संगम युग संतुष्ट रहने और संतुष्ट करने का युग है. സംഗമയുഗം സന്തുഷ്ടമായിരിക്കാനും സന്തുഷ്ടരാക്കാനുമുള്ള യുഗമാണ്. इधर कलयुग है, इधर सतयुग है. कलयुग असंतुष्ट रहने और असंतुष्ट करने का युग है. ഒരു വശത്ത് കലിയുഗം, മറുവശത്ത് സത്യയുഗം. കലിയുഗം അസന്തുഷ്ടായിരിക്കാനും അസന്തുഷ്ടരാക്കാനുമുള്ള യുഗം. जैसे ही हम इस युग से इधर पांव रखते हैं तो असंतुष्टता संतुष्टता में बदल जाती है. ആ യുഗത്തുനിന്ന് ഇവിടെ കാല് വെക്കുമ്പോൾ തന്നെ അസന്തുഷ്ടത സന്തുഷ്ടതയിലേക്ക് പരിവർത്തനമാകും. क्योंकि लौकिक दुनिया में लोगों का ये कहना होता है कि अगर हम संतुष्ट हो गए तो फिर हम आगे कैसे बढ़ेंगे, फिर तो हमारी यात्रा रुक जाएगी, फिर तो हमको लगेगा कि हमने जो करना था सो कर लिया, बस अब हम संतुष्ट हो गए, अब बैठ जाओ. अरे ये असंतुष्टता ही तो है जो हमको आगे बढ़ाती है, कुछ करने के लिए हमको उद्वेलित करती है. लौकिक दुनिया में लोग ऐसा बोलते हैं. ലോകത്തെ മനുഷ്യന്മാർ പറയും, ഒരാൾ സന്തുഷ്ടരായി കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും ചെയ്യാനില്ലല്ലോ, പിന്നെ എന്ത് മുന്നോട്ട് പോവാൻ. അതുകൊണ്ട് അസന്തുഷ്ടതയാണ് ഒരു മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രേരണയാകുന്നത് എന്നാണ് ലോകത്തെ മനുഷ്യന്മാരുടെ മതം. लेकिन असंतुष्ट होकर के अगर हम आगे बढ़ते हैं, कोई कार्य करते हैं तो जैसा बीज वैसा फल. असंतुष्टता से किया गया कार्य फिर असंतुष्टता देता है, फिर उसी असंतुष्टता से आगे बढ़ते हैं तो वो चेन चल पड़ती है. जीवन में कभी संतोष आता ही नहीं है. പക്ഷെ അസന്തുഷ്ടമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ വിത്ത് എങ്ങനെയാണോ അതുപോലുള്ള ഫലം ലഭിക്കുക. അസന്തുഷ്ടമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം അസന്തുഷ്ടമായി തന്നെ ലഭിക്കുള്ളൂ. അതുകൊണ്ട് ലോകത്ത് സദാ നിലനിൽക്കുന്നത് അസന്തുഷ്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. जैसे बाबा ने एक बार मुरली में कहा था कि तनाव में रह कर के धन कमाते हैं और वो तनाव वाला धन जब घर में आता है ना तो अपने साथ वो वाइब्रेशन भी लाता है. तो वो धन घर में सुख नहीं देता, तनाव ही पैदा करता है. ബാബ ഒരിക്കൽ മുരളി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മനുഷ്യന്മാർ ടെൻഷൻ കൊണ്ട് ധനം സമ്പാദിക്കുമ്പോൾ ടെൻഷൻ കൊണ്ടുണ്ടാക്കുന്ന ധനം അതിൻ്റെ കൂടെ ടെൻഷനും കൂടിയാണ് കൊണ്ടുവരിക. അതുകൊണ്ട് വീടിൻ്റെ ഉള്ളിലും അതേ ടെൻഷൻ തന്നെ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. तो चाहे कोई भी चीज़ हो, वो अकेली चीज़ नहीं आती है, अपने साथ वाइब्रेशन भी लेकर के आती है. तो आपने चाहे धन कमाया, चाहे मकान बनाया तनाव में आकर के, चाहे आपने कोई रिश्ता तनाव में आकर के कोई रिश्ता कायम किया लौकिक दुनिया में, तो काम तो हो गया पर वो वाइब्रेशन भी साथ में आती है. इसलिए दुनिया में लोग संतोषी माता की बहुत पूजा करते हैं. कलयुगी लोग ഏത് സാധനവും അതിൻ്റെ കൂടെ അതിൻ്റെ വൈബ്രേഷനും കൊണ്ടാണ് വരിക. അത് ടെൻഷൻ കൊണ്ട് ധനം സമ്പാദിച്ചാലും ടെൻഷനോടുകൂടി വീടുണ്ടാക്കിയാലും ടെൻഷനോടുകൂടി ഒരു റിലേഷൻ ഉണ്ടാക്കിയാലും എന്താണെങ്കിലും അതെല്ലാം തന്നെ സദാകാലത്തേക്ക് അതേ കാര്യം നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അസന്തുഷ്ടിയാണ്. അതുകൊണ്ട് ലോകത്ത് സന്തോഷി മാതാവിനെ ഒരുപാട് പൂജിക്കുന്നു. पुराने समय में आज से 100 साल पहले संतोषी माता कोई थी ही नहीं. जैसे जैसे दुनिया का रुख बदला ये नई देवी प्रकट हो गई और इस नई देवी का जो भोग होता है ना वो चने और ऐसे कुछ बहुत ही सस्ती सी चीज़ होती है, सूखे चने वगैरह वगैरह. मतलब ये सूखे चने खा के भी संतुष्ट हो जाती है. इसलिए संतोषी देवी है. इसको मालपुआ नहीं चाहिए, जलेबी नहीं चाहिए, इसको कोई पेड़ा बर्फी नहीं चाहिए. तो वही भोग बटता है, गुड़ चना बटता है इसके भोग में. तो ये नई देवी प्रकट हो गई. जैसा समय वैसे देवी देवता प्रकट हो जाते. इसलिए बाबा कहते हैं हनुमान कोई देवता नहीं है, गणेश भी कोई देवता नहीं है. समय आया लोगों ने इनको ईजाद कर लिया, ऐसे संतोषी माता को भी ईजाद कर लिया. बहुत ज़रूरत है लोगों को संतोष की.
പറയുകയാണ് 100 വർഷം മുന്നേ സന്തോഷി മാതാവ് എന്നൊരു ദേവി ഉണ്ടായിരുന്നില്ല. ലോകത്തെ മനുഷ്യന്മാർക്ക് സന്തുഷ്ടി കുറഞ്ഞപ്പോൾ മനുഷ്യന്മാർ സന്തോഷി മാതാവ് എന്നൊരു ദേവിക്ക് ജന്മം കൊടുത്തു. അങ്ങനെയാണ് സന്തോഷി മാതാവിൻ്റെ പൂജ തുടങ്ങിയത്. ഈ സന്തോഷി മാതാവിൻ്റെ പ്രസാദം ഉണ്ടല്ലോ, അതിൽ ഭോഗ് സമർപ്പിക്കുന്നത് ജലേബിയോ അങ്ങനെയുള്ള സാധനമൊന്നുമല്ല, കുറച്ച് കടലയും ശർക്കരയും. ഇതാണത്ര സന്തോഷി മാതാവിന് കൊടുക്കുന്ന ആഹാരം, അതായത് ഭോഗ്. കാരണം മറ്റുള്ള സാധനങ്ങൾ കൊണ്ടൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സന്തോഷി മാതാവ് അതുകൊണ്ട് സംതൃപ്തിയായി. ലോകത്ത് കലിയുഗം വന്നപ്പോൾ ബാബു മുരളി പറയാറില്ലേ, ഗണപതിയില്ല, ഹനുമാനില്ല. അങ്ങനെ കാലം കഴിഞ്ഞപ്പോൾ മനുഷ്യന്മാർ ഗണപതിനെ ഹനുമാനെയും ഒക്കെ പൂജിക്കാൻ തുടങ്ങി. ഓരോരുത്തർക്ക് ജന്മം കൊടുത്തു. അതുപോലെ സന്തോഷി മാതാവും ഉണ്ടായി. जैसे हम कलयुग में हैं, तो कलयुग में हमारे पास जो भी कुछ है ना, उससे हम असंतुष्ट रहते हैं. जैसे मान लीजिए हम सबसे पहले तन की बात करते हैं. अब कोई व्यक्ति स्वस्थ नहीं रहता या कोई व्यक्ति कुरूप है, तो वो बाकी सबको सुंदर सुंदर देखता है तो मन में असंतोष आता है, मैं तो कुरूप हूँ, भगवान ने मुझे कुरूप क्यों बनाया. ये देखिए कितने सुंदर हैं लोग, मेरे तो दांत टेढ़े हैं, मेरा तो नाक भी टेढ़ा है, आंखें भी छोटी छोटी हैं, है ना. ऐसे करके व्यक्ति कलयुग में जब है वो असंतुष्ट है. जैसे वो संगम युग में पांव रखता है, उसको लगता है अरे ये कुरूप होना तो मेरे लिए वरदान है, शुक्र है भगवान तूने मुझे कुरूप बनाया. क्योंकि हमारी दादी चंद्रमणि बहुत गोरी नहीं थी, सांवले रंग की थी. और उनकी जो ब्राह्मणी थी विजय बहन, जो ORC में रहती है, अभी भी है, वो भी गोरी नहीं है, सांवले रंग की है. तो ये जब दोनों यात्रा पे जाते थे तो दादी कहती थी विजय बहुत अच्छा है, तू भी काली मैं भी काली, किसी की दृष्टि नहीं जाएगी. പറയാണ് ഈ കലിയുഗത്തിൽ മനുഷ്യന്മാർക്ക് പല കാരണങ്ങൾ കൊണ്ട് അസന്തുഷ്ടി. ഒരു ഉദാഹരണം പറയാണ്, മോശം രൂപം, കുരൂപം എന്ന് ചേർത്ത മോശം രൂപം. അപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ പല്ല് പൊന്തിയിട്ടാവാം, അല്ലെങ്കിൽ ചുണ്ട് ഒന്നും ഷെയ്പ്പല്ല, കണ്ണ് ചെറിയ കണ്ണ്, കറുത്തിട്ടാണ്. അപ്പോൾ ഫുൾ ടൈം ഒരു കലിയുഗത്തിലാകുമ്പോൾ വിഷമിച്ചുകൊണ്ടേയിരിക്കും, ഭഗവാനെ എന്തിനാ എനിക്കിങ്ങനെ മോശം രൂപം തന്നെ, എനിക്കെന്തിനാ മോശം തന്നേന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. സംഗമയുഗത്തിൽ വന്നതോടെ അവരുടെ മനസ്സ് സന്തോഷമായി. ഓ ഭഗവാനെ എനിക്ക് ഈ രൂപം തന്നോട് നന്നായി പോയി, ആരും എന്നെ മോശമായി നോക്കില്ലല്ലോ, സന്തോഷമായി. നമ്മുടെ ചന്ദ്രമണി ദാദിയും കുറച്ച് നിറം കുറവായിരുന്നു, ദാദിയുടെ ബ്രാഹ്മണി വിജയാബേൻ, അവരും രണ്ടുപേരും കുറച്ച് നിറം കുറവായിരുന്നു അത്രേ. അപ്പോൾ ചന്ദ്രമണി ദാദി യാത്ര ചെയ്യുമ്പോൾ ഒക്കെ പറയും അവരുടെ ബ്രാഹ്മണിയോട്, നോക്ക് ഞാനും കറുത്തിട്ടായി നീയും കറുത്തിട്ടായി, എന്ത് നന്നായില്ലേ, ആരും നമ്മളെ കണ്ണു വെക്കില്ലല്ലോ എന്ന് പറയുമായിരുന്നു എന്ന്. फिर बाबा मुरली में कहते हैं आज के ज़माने में सुंदरता भी बड़ी मुसीबत है. ഈ കാലഘട്ടത്തിൽ സൗന്ദര്യം ഒരു കഷ്ടമാണല്ലോ. बड़ी दादी के साथ मोहिनी बहन थी, मोहिनी बहन बहुत सुंदर थी. तो दादी, जब ये लोग बचपन में थे, दादी कहती थी मोहिनी मेरे को डर लगता है, तू इतनी सुंदर है ना. ദാദിയുടെ കൂടെ മോഹിനി ദീദി ഉണ്ടായിരുന്നല്ലോ. മോഹിനി ദീദിനെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. അപ്പോൾ ദാദി ചിലപ്പോൾ പറയത്തില്ല, മോഹിനി എനിക്ക് പേടിയാവണം, നീ ഭയങ്കര സുന്ദരിയല്ലേ. तो देखो इस दुनिया में जो श्राप है ना, यहाँ वरदान बन जाता है. ഈ ലോകത്തിലെ ശാപം ഇവിടെ സംഗമത്തിൽ വരുമ്പോൾ വരദാനാവും. अच्छा मान लीजिए इस दुनिया में कोई इसलिए असंतुष्ट है कि मैं पढ़ा लिखा नहीं हूँ, या मेरी बुद्धि तेज नहीं है, या मेरे पास कोई डिग्री नहीं है, तो जैसे ही वो कलयुग से संगम में पाँव रखता है, बाबा कहता है अच्छा बच्ची तू पढ़ा लिखा नहीं है, तू बहुत भाग्यशाली है, तेरा कागज़ कोरा है, बाकियों को तो घिस घिस के मिटाना पड़ता है, तेरा कागज़ कोरा है, मैं जो बोलूँगा ना सीधा छप जाएगा. जगदीश भाई बाबा के पास आए, बाबा ने कहा बच्चे यहाँ भूसा भरा है, भूसा उस सारे को निकाल दे. तो जगदीश भाई कहता है बाबा सच कहते हो, वो भूसा ऐसा है उसे गधा भी नहीं खाता. तो जितने शास्त्रों के पढ़े लिखे लोग हैं या बड़ी बड़ी डिग्री वाले हैं, ज्ञान जल्दी अंदर जाता ही नहीं. और जो अनपढ़ माताएं होती हैं ना, झट से ज्ञान को कैच कर लेती. मैं एक बार हनुमानगढ़ में गई, वहाँ पे एक पीली बंगा काली बंगा, अगर आपने पहले इतना सुना दो लंबा हो जाएगा. ബാബ പറയാണ്, ദീദി പറയാണ്, ബാബ പറയുമായിരുന്നു ലൗകികത്തിൽ അഥവാ ഒരാൾക്ക് വിഷമം ഞാൻ എഴുതിയിട്ടില്ല, വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല എന്നുള്ളതാണെങ്കിൽ
ബാബയുടെ വീട്ടിൽ വരുമ്പോൾ പറയും, ബാബ പറയും, കുട്ടി പഠിച്ചിട്ടില്ലേ? ഓ നന്നായിപ്പോയി. തല പ്ലെയിൻ ആണല്ലോ, അതിനുള്ളിൽ ബാബയ്ക്ക് വേഗം എല്ലാം എഴുതാം. എഴുതി പഠിച്ചു വന്നവരാണെങ്കിൽ അതൊക്കെ മാച്ചിട്ട് വേണ്ടേ ബാബയ്ക്ക് ഇതൊക്കെ എഴുതിയെടുക്കാമെന്ന്. ജഗദീഷ് ഭായി ബാബയുടെ അടുത്ത് വന്നപ്പോൾ ബാബ പറഞ്ഞു, തലയിൽ മുഴുവൻ പഞ്ഞി നിറച്ചിരിക്കുകയാണ്, അതൊക്കെ പുല്ല് നിറച്ചിരിക്കുകയാണ്, അത് മുഴുവൻ കളഞ്ഞിട്ട് വേണ്ടി വരുന്നു വേണം ഇതൊക്കെ നിറയ്ക്കാമെന്ന് പറഞ്ഞു അത്രേ. അപ്പോൾ ജഗദീഷ് ഭായി പറഞ്ഞു, ശരിയാ ബാബ, എൻ്റെ തലയിൽ മുഴുവൻ പുല്ലാണ്, പക്ഷേ തിന്നാൻ കൊള്ളാത്ത പുല്ലാണ് എന്ന് പറഞ്ഞു. तो मैं राजस्थान के एक शहर में गई थी, वहाँ एक अनपढ़ माता थी, उसने अपने घर में पाठशाला खोल रखी थी, लेकिन लगन बहुत ज़बरदस्त उसको। तो हमने मुरली का पेपर लिया सेंटर पे। उसने कहा, दीदी ना तो पढ़ना आता ना लिखना आता। मैंने कहा कोई बात नहीं है, हम तुमसे प्रश्न पूछेंगे, तुम उत्तर दे देना। तो बोला, हाँ पढ़ना थोड़ा बहुत आता है, लिखना नहीं आता। तो उसमें तो लिखना पड़ता है, मुरली तो मैं पढ़ लूँगी बार बार। तो ठीक है, तो हमने उसको बाबा के कमरे में बिठाया और सारे प्रश्न पूछे। अरे बाप रे, सारे प्रश्नों के उत्तर दे दिए, फर्स्ट आ गई। और ये जो लिखे पढ़े थे इनके नंबर कट गए। तो जो अनपढ़ थी, देखो ज्ञान में आकर के वो अनपढ़ होना भी वरदान बन गया। രാജസ്ഥാനിൽ പോയ സമയത്ത് ഒരു പാഠശാല ഒരു മാതാജി തുറന്നിട്ടുണ്ടായിരുന്നു അത്രേ. എനിക്ക് വായിക്കാൻ അറിയാം, പക്ഷെ എഴുതാൻ അറിയില്ല. അപ്പോൾ ദീദി മുരളിയും കൊണ്ട് ചെന്നപ്പോൾ പറഞ്ഞു, ദീദി എനിക്ക് മുരളി വായിക്കാൻ അറിയാം, പക്ഷേ എഴുതാനൊന്നും അറിയില്ല കേട്ടോ എന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ ദീദി പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഞാൻ ചോദ്യം ചോദിക്കാൻ നീ ഉത്തരം പറഞ്ഞാൽ മതിയെന്ന്. അങ്ങനെ ചോദ്യം ചോദിച്ച സമയത്ത് എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം എഴുതാൻ അറിയാത്ത അമ്മ പറഞ്ഞു. അതേസമയം അവിടെ കുറേ എഴുത്തും പഠിപ്പും വായനയൊക്കെ അറിയുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു, അവർക്ക് ആർക്കും അതിന് ഉത്തരം കിട്ടിയില്ലായിരുന്നു. इस दुनिया में कोई गरीब होता है तो कितना उसको झुक झुक के चलना पड़ता है, कितनी उसको हीन भावना आती है, मेरे पास अच्छा मकान नहीं है, मेरे पास खाने को बढ़िया नहीं है ना। और जैसे ही वो इधर आता है, बाबा मैं बहुत गरीब हूँ, तो बाबा क्या कहता है, बच्चे सुदामा भी तो गरीब था, भगवान तो गरीबों का मित्र है, भगवान तो गरीब निवाज है, अमीरों की तरफ तो देखता ही नहीं है। बाबा तो गरीबों को अमीर और अमीरों को गरीब बनाने आया है। ये जो आज के गरीब है अमीर है ना, ये तो तुम्हारी दुनिया में पाँव भी नहीं रखेंगे, और जब तुम्हारे मंदिर बनेंगे तो तुम्हारी आरती और तुम पे फूल तो यही चढ़ाएंगे। इसलिए अच्छा है बच्चे तुम गरीब हो, गरीबों के करीब है भगवान, अमीर तो भगवान को देखते ही नहीं। അഥവാ ഈ ലോകത്തൊരാൾക്ക് ഞാൻ ദരിദ്രനാണെന്നുള്ള വിഷമമെന്ന് വിചാരിച്ചു, എനിക്ക് നല്ല വീടില്ല, ധനമില്ല, സാധനങ്ങളില്ല, ഒന്നുമില്ല, കുറേ സഹിക്കേണ്ടി വരുന്നുണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ ബാബയോട് വന്നിട്ട്, ബാബ ഞാൻ ദരിദ്രനാണ് ബാബ എന്ന് പറയും. ബാബ നന്നായി മോനെ, കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബാബ ഈ ഭൂമിയിൽ വന്നത് തന്നെ പാവങ്ങളായവരെ സമ്പന്നരാക്കാനും ഈ ലോകത്തെ സമ്പന്നന്മാരുടെ ഭാഗത്തേക്ക് ബാബ നോക്കുകൂടിയില്ല, പാവങ്ങളുടെ കൂടെയാണ് ബാബ വസിക്കുക. മാത്രമല്ല പാവങ്ങളെ സമ്പന്നരും സമ്പന്നരെ ദരിദ്രനാക്കാനാണ് വന്നിരിക്കുന്നത്. ഇനി അവർ നിൻ്റെ ലോകത്തേക്ക് കാല് വയ്ക്കുക പോലുമില്ല. മാത്രമല്ല നിൻ്റെ അമ്പലം ഉണ്ടാക്കുന്ന സമയത്ത് നിന്നിൽ പുഷ്പർച്ചിക്കാനും പൂജിക്കാനും വരുന്നവരും അവരായിരിക്കും. അതുകൊണ്ട് നീ ഭാഗ്യശാലിയായി ദരിദ്രനായല്ലോ എന്ന് ബാബ പറയുവാണ്. और अगर कोई बाबा को आके जैसे कलयुग की दुनिया में कोई ऐसा व्यक्ति है या कोई माता है, उसका पति भी चला गया, अच्छा बेटा भी गया, बेटी थी ही नहीं, अकेली है, तो दुनिया में लोग कहेंगे देखो इसका कोई नहीं, ये कितनी अभागी है, अकेली रहती है, इसको कोई नहीं। और जैसे ही वो संगम युग में बाबा के पास आती है, बाबा मेरा कोई नहीं, अरे बच्ची तू तो बड़ी भाग्यशाली है, निर्बंधन है, तेरे को कोई बंधन नहीं है, तेरे को तो बाबा मधुबन में रख लेगा, तू यहीं रह जा, तेरी रस्सियाँ कट गई, तू तो बहुत ही भाग्यशाली है। तो यहाँ जिसको अभागा माना जाता था वो यहाँ भाग्यशाली। ഈ ലോകത്തിൽ ഒരമ്മയാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഭാര്യ ഒറ്റയ്ക്കാണ്, അവരെ മകനില്ല മകളില്ല, അങ്ങനെ ആരും ഇല്ലാത്ത ഒരാൾ. ഇപ്പോൾ ലോകരുടെ കൺസെപ്റ്റിൽ എന്താ പറയുക, ഓ പാവം അവർക്ക് ആരുമില്ല, ഭാഗ്യമില്ലല്ലോ, ആരുമില്ലല്ലോ എന്ന് പറയും. ബാബ പറയും, ഓ നീ എന്തൊരു ഭാഗ്യശാലി, നിനക്കിപ്പോൾ ഒരു ബന്ധനവും ഇല്ലല്ലോ, ബാബയുടെ വീട്ടിൽ വരാലോ, വന്നോ മധുവനിൽ താമസിക്കാലോ, ആദ്യ കയറൊക്കെ കട്ടായി പോയല്ലോ, നന്നായി പോയി എന്ന് ബാബ പറയും. ഈ ലോകത്തിലെ ഏതിനെയാണോ ദുർഭാഗ്യമെന്ന് മാനിക്കുന്നത് അതെല്ലാം തന്നെ ബാബയുടെ വീട്ടിൽ വരുമ്പോൾ അതൊക്കെ സൗഭാഗ്യത്തിലേക്ക് പരിവർത്തനാവും. तो संगम युग संतुष्ट रहने का और संतुष्ट करने का युग है.
അതായത് സംഗമയുഗം സന്തുഷ്ടമായിരിക്കാനും സന്തുഷ്ടരാക്കാനുമുള്ള യുഗമാണ്. अगर हम इस युग में संतुष्ट नहीं हुए तो कहाँ होंगे? सारी दुनिया तो असंतोष में गुम है. धनी भी असंतुष्ट, गरीब भी असंतुष्ट, सुंदर भी असंतुष्ट, असुंदर भी असंतुष्ट, बीमार भी असंतुष्ट, स्वस्थ, सबके सब असंतुष्ट. कोई, क्योंकि आप किसी से भी मिलोगे ना तो अपनी असंतुष्टि की स्टोरी चालू करेगा. ये हो गया था, फिर ये हो गया था. कोई आपको ये नहीं कहेगा जी मैं बहुत खुश हूँ जी, बहुत आनंद में हूँ जी, मुझे सब कुछ मिला हुआ है जी, सबको भी मेरी तरह ही सब कुछ मिले. ना दुआ देता मिलेगा, ना खुश होता मिलेगा. और यहाँ हर कोई बीमार होगा ना, वो भी कहेगा अच्छा है बीमारी आई, मेरे हिसाब चुकतू हो गई. वाह बीमारी वाह, वेलकम बीमारी वेलकम. बीमार भी बीमारी का स्वागत करता है. പറയാണ് ഈ ലോകത്ത് എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും മനുഷ്യന്മാർ അസന്തുഷ്ട ലോകത്തല്ലേ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സംഗമയുഗം എന്ന് പറഞ്ഞാൽ സന്തുഷ്ടായിരിക്കാനും സന്തുഷ്ടാക്കാനുള്ള യുഗമാണ്. ഈ യുഗത്തിൽ നമ്മൾ സന്തുഷ്ടരായിട്ടില്ലെങ്കിൽ പിന്നെ ഏത് സമയത്താണ് സന്തുഷ്ടാവുക? ലോകത്തിൻ്റെ കണ്ണിൽ നോക്കിയാൽ ആരോഗ്യമുള്ളവരും രോഗികളും സമ്പന്നരും ദരിദ്രരും സൗന്ദര്യമുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും ദുഃഖികളാണ്. ലോകത്തൊരു മനുഷ്യനും നിങ്ങൾക്ക് ഞാൻ ഭയങ്കര സന്തുഷ്ടനാണ്, ഞാൻ സന്തോഷം നിറഞ്ഞിരിക്കുകയാണ്, എനിക്ക് അത്ര ആശീർവാദമാണ് സന്തോഷമാണെന്ന് പറയുന്ന ഒരാളെയും നിങ്ങൾക്ക് കാണാൻ കിട്ടില്ല. എല്ലാവർക്കും സങ്കടത്തിൻ്റെ കഥ പറയാനേ കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് എല്ലാം സന്തോഷത്തിൻ്റെ ദിവസങ്ങളും സന്തോഷത്തിൻ്റെ കഥകളേ ഉള്ളൂ. जब बाबा साकार में थे तो बाबा तो मुरली में अभी भी कहते हैं कि बच्चे अगर ड्रामा में टांग भी टूट जाए तो उसमें भी कल्याण है, तुमको दुखी नहीं होना है, ऐसे बोलते हैं. तो एक बम्बई से भाई बाबा से मिलने आया था, अमीर था अच्छा, और जब वापस गया बाबा से मिलके तो कुछ ऐसा कारण हुआ स्टेशन पे या ट्रेन में, जो भी कुछ हुआ, उसकी पाँव को फ्रैक्चर हो गया, मतलब रास्ते में फ्रैक्चर हो गया. तो उसने बाबा को पत्र लिखा कि बाबा आप कहते हो हर बात में कल्याण है, मैं तो आपसे मिलने आया था और आपसे मिलके वापस जा रहा था, ये मेरा पाँव फ्रैक्चर हुआ, बताओ इसमें क्या कल्याण हुआ? आप कहते हो हर बात में कल्याण है. ഒരു പ്രാവശ്യം ബോംബെയിൽ നിന്ന് സാക്കാര ബാബയുള്ള സമയത്താണ് ബോംബെയിൽ നിന്നൊരു കുട്ടി ബാബയെ കാണാൻ വേണ്ടി വന്നു. തിരിച്ചവർ പോകുന്ന സമയത്ത് എങ്ങനെയോ കാലൊടിഞ്ഞു. അപ്പം കാലൊടിഞ്ഞപ്പോൾ ആ കുട്ടി ബാബയ്ക്ക് കത്തെഴുതി, ബാബ പറയുമല്ലോ എല്ലാ കാര്യത്തിലും മംഗളാണ് എന്ന്, ഞാൻ അങ്ങയെ കാണാൻ വന്ന് തിരിച്ചു പോകുമ്പോഴാണ് എൻ്റെ കാലൊടിഞ്ഞത്, അതിലെന്താ മംഗളം ബാബ എന്ന് ബാബയോട് ചോദിച്ചു. तो बाबा ने कहा देख बच्चे, वो बड़ा बिजनेसमैन था, उसके बच्चे भी बिजनेस करते थे. देख बच्चे, तू हमेशा मुझे कहता था ना कि बाबा क्या करूं, टाइम नहीं मिलता, मैं याद तो बहुत करना चाहता हूं पर मुझे टाइम नहीं मिलता. देख बच्चे, अब तू खटिया पे बैठ, आराम से बाबा को याद कर. तेरे को टाइम मिला कि नहीं मिला, याद करने का समय मिला कि नहीं मिला, तो कितना कल्याण हो गया. टांग ठीक होती तो फिर भूल जाता मुझे, फिर भाग दौड़ में लग जाता. अब तेरे को याद की फुर्सत मिली. അപ്പം ബാബ ആ കുട്ടിക്ക് ഉത്തരമായിട്ട് കത്തെഴുതി, അത്ര നോക്ക് മോനെ, നീ എന്നോട് പറയാറുണ്ടല്ലോ എനിക്ക് ബാബ ഓർമ്മിക്കാനുള്ള സമയമില്ല എന്ന്. അയാൾ വലിയൊരു ബിസിനസ്മാനാണ്, അയാളുടെ മകളും ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ ബാബ പറഞ്ഞു നീ പറയാറില്ലേ സമയമില്ല എന്ന്. ഇപ്പം ഇഷ്ടം പോലെ സമയമായില്ലേ, അഥവാ കാലം ഒഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ നീ അവിടെ പോയിട്ട് വീണ്ടും എന്നോട് പറയും ബാബ എനിക്ക് ഓർക്കാൻ സമയം കിട്ടിയില്ല എന്ന് പറയും. ഇപ്പം ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ, നന്നായിട്ട് ബാബേനെ ഓർക്കാലോ എന്ന് പറഞ്ഞു. संतुष्टता ब्राह्मण जीवन का श्रृंगार है, ब्राह्मण जीवन का एक बहुत बड़ा गुण है, ब्राह्मण जीवन का एक बहुत बड़ा खजाना है. और संतुष्टता ही जैसे प्योरिटी हमारी पर्सनैलिटी है, संतुष्टता हमारी पर्सनैलिटी है. संतुष्टता ब्राह्मण जीवन के परिवर्तन का आधार है. സന്തുഷ്ടത ബ്രാഹ്മണ ജീവിതത്തിൻ്റെ അലങ്കാരമാണ്, സന്തുഷ്ടത ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ഗുണമാണ്, സന്തുഷ്ടത ബ്രാഹ്മണ ജീവിതത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ ആധാരമാണ്. ये जो एक गुण है, ये एक गुण 9 लखे हार से भी बड़ा है. भगवान ने हमें संग पे 9 लखा हार नहीं पहनाया, संतुष्टता का हार पहना दिया. संतोष है सरताज गुणों का, ये आ जाता है तो बाकी सारे इसके पीछे पीछे आ जाते हैं. സന്തുഷ്ടത നവരത്നമാലയേക്കാൾ വിലപ്പെട്ടതാണ്.
ബാബ നമ്മുടെ നവരത്നമാലയല്ല അണിയിച്ചത്, ബാബ അണിയിക്കുന്നത് സന്തുഷ്ടതയുടെ മാലയാണ്. സന്തോഷം എല്ലാ ഗുണങ്ങളുടെയും കിരീടമാണ്. സന്തോഷം എന്ന ഒരു ഗുണം ഒരാളിൽ വന്നാൽ ബാക്കി എല്ലാ ഗുണങ്ങളും ഓട്ടോമാറ്റിക് അവരിൽ വന്നോളും. लौकिक दुनिया में एक दोहा है, आप सब जानते ही हैं, गो धन गज धन बाजी धन और रतन धन खान, और जब आवे संतोष धन सब धन धूल समान. वो तो हमको बताना पड़ेगा मुझे. गोधन, പശുവിൻ്റെ ധനം, ആ പശു ധനമായി കണക്കാക്കുന്നത് വലിയ ധനമാണ്. ധനം എന്ന് പറയുന്നത് ദൂസര ധൻ കോൺത? गोधन बाजी धन, बाजी माना घोड़ा. ആ അത് ശരി. കുതിര ധനം, പശുവിനെ ധനമായി കണക്കാക്കിയിരുന്നു, കുതിരേനെ ധനമായി കണക്കാക്കിയിരുന്നു. എന്നാൽ സന്തോഷം ഏറ്റവും വലിയ ധനമാണ്. ആ ധനം വന്നാൽ മറ്റെല്ലാ ധനവുമായി എന്ന്. ठीक है? हाँ, तो अब मुझे क्या पता आपने क्या बोला. इसलिए कहती हैं संतोषम परम सुखम. അതുകൊണ്ടാണ് പറയുന്നത് സന്തോഷം പരമസുഖം. अब हमको ये देखना है कि मैं ब्राह्मण जीवन में पूरी तरह से संतुष्ट हूँ, क्योंकि ब्राह्मण जीवन में हमें 3 रूप में संतुष्ट होना है. खुद से संतुष्ट, जिसको कहते हैं स्वयं प्रिय, परिवार से संतुष्ट, जिसको हम कहते हैं परिवार प्रिय, और फिर भगवान से संतुष्ट, जिसको हम कहते हैं प्रभु प्रिय. तो मैं आपको 1 मिनट का समय दूंगी अभी बहन जी के सुनाने के बाद. बहन जी आप इनको ये कहना कि 1 मिनट आत्म अवलोकन करो कि हम तीनों रूपों में संतुष्ट हैं, ऐसे बोल. സംഗമയുഗത്തിൽ സന്തുഷ്ടത അവനവനെ പരിശോധിക്കണം നമ്മൾ. ഞാൻ സന്തുഷ്ടനാണോ? 3 വിധത്തിലുള്ള സന്തുഷ്ടത വേണം. ഒന്ന് അവനവനിൽ സന്തുഷ്ടൻ, മറ്റൊന്ന് ഈശ്വരീയ കുടുംബത്തിൽ സന്തുഷ്ടത, മറ്റൊന്ന് പ്രഭുവിൽ സന്തുഷ്ടത. സ്വയം പ്രിയ, പരിവാർ പ്രിയ, പ്രഭു പ്രിയ 3 പറയാറുണ്ടല്ലോ. അപ്പോൾ 1 മിനിറ്റ് സമയം ബെഹഞ്ചി തരികയാണ് നിങ്ങൾ സ്വയം അവനവനെ പരിശോധിക്കാൻ. ഈ 3 കാര്യത്തിലും ഞാൻ പ്രിയനാണോ എന്ന് നോക്കാൻ. ओम शांति. अब हम सबसे पहले ये देखेंगे कि भगवान से असंतुष्टि क्यों आती है. भगवान को उलाहना देते हैं, शिकायतें करते हैं, या भगवान से थोड़ा सा मन भी मोड़ लेते हैं असंतोष के कारण. ऐसा क्यों होता है? ആദ്യം നോക്കേണ്ടത് എന്തുകൊണ്ടാണ് ഞാൻ ഭഗവാനോട് അസന്തുഷ്ടം. അസന്തുഷ്ടം മീൻസ് ഞാൻ ഭഗവാനോട് പരാതി പറയുന്നു, ഭഗവാൻ എന്താ അങ്ങനെയുള്ളതായിട്ടുള്ള കംപ്ലൈൻറ്റ് പറയുന്നു, വിഷമം പറയുന്നു. ഇതൊക്കെ ഭഗവാനോടുള്ള അസന്തുഷ്ടി. എന്തുകൊണ്ട്? देखो, जीवन में चलते चलते परिस्थितियां तो आएंगी, वो तो लौकिक जीवन में भी आती हैं, और जब हम यहाँ आ जाते हैं तो परिस्थितियां आती हैं. जैसे किसी को यहाँ आने के बाद धन का घाटा लग गया, धन में थोड़ी कमी हो गई, और ज्ञान में आने के बाद किसी को बीमारी हो गई,
ज्ञान में आने के बाद बच्चे की नौकरी नहीं लगी, पढ़ाई में बार बार फेल हो रहा है, परिवार के लोग सहयोगी नहीं बनते हैं, तो वो बाबा को शिकायत करता है कि मैं तो आपका बना, आप मेरी मदद क्यों नहीं कर रहे हो, मेरी इतनी सारी समस्याएं आप मिटाते क्यों नहीं हो, आप तो कहते हो कि बाबा कहो और मैं हाजिर, तो आप हाजिर क्यों नहीं होते हो, हमको इतना सहन करना पड़ता है, आप तो कहते हो सहज मारे गए और ये तो सहन मारे गए। ऐसे ऐसे बाबा को उलाहना देते हैं। ബാബ പറയാണ് ചില കുട്ടികൾക്ക് ജ്ഞാനത്തിൽ വന്ന ശേഷം ധനത്തിൻ്റെ കാര്യത്തിൽ നഷ്ടം ഉണ്ടാകുന്നു, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യത്തിൽ നഷ്ടം ഉണ്ടാകുന്നു, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കൾ പഠിക്കാതിരിക്കുക, പരീക്ഷയിൽ ഫെയിലാവുക, ചിലരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിലെ ആളുകൾ അവർക്ക് സഹയോഗം കൊടുക്കുന്നില്ല, സപ്പോർട്ട് തരുന്നില്ല. അപ്പോൾ ചോദിക്കും ബാബ എന്താ ഇതൊക്കെ ഇങ്ങനെ, ബാബയല്ലേ പറയുന്നത് ബാബ എന്ന് വിളിച്ച ഉടനെ ഹാജരായി എന്ന്, എന്നിട്ട് എന്താ ഹാജരാവാത്തത്, എന്തുകൊണ്ട് എനിക്കിപ്പോഴും പ്രശ്നങ്ങൾ, എന്താ ബാബൻ്റെ പ്രശ്നം തീർത്തു തരാത്തത്, ഇങ്ങനെയൊക്കെ ചില കുട്ടികൾ ബാബയുടെ അടുത്ത് പരാതി പറയും. तो जैसे मान लीजिए हम ज्ञान में आए, 2 साल 3 साल अच्छे से चले, रोज़ मुरली क्लास करते हैं, जितना धन लगता है लगा सकते हैं, यज्ञ में लगाते भी हैं, फिर भी हम बीमार हो गए, कोई भी बीमारी आ गई, तो हमारे घर के लोग कहते हैं अरे तुम तो कहते थे भगवान पढ़ाता है, हम भगवान से मिलने जाते हैं, तो क्या भगवान तुम्हारी बीमारी ठीक नहीं करता। घर के लोग कहते हैं, आस पड़ोस के भी कह देते हैं अरे ऐसे कैसे तुम भगवान के यहाँ जाते हो, तुम्हारा ये कैंसर ठीक नहीं हो रहा, तुम्हारा ये हार्ट की बीमारी, इतना सारा पैसा लग रहा है। तो फिर हम और असंतुष्ट हो जाते हैं कि ये तो सच कहते हैं, मदद की ही नहीं भगवान ने। लेकिन गहराई से अगर हम सोचेंगे ना तो असंतुष्टि का कोई कारण नहीं है। इतना सुना लो। അഥവാ ഒരാൾ ക്ലാസ്സിന് പോകുന്ന ഒരാൾ, അവർ ഡെയിലി ക്ലാസ്സിന് പോകുന്നുണ്ട്, അവർക്കാവുന്ന രീതിയിലൊക്കെ അവർ ധനം ഭഗവാന്റെ ഭണ്ഡാരത്തിൽ സമർപ്പിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തോ ഒരു അസുഖം വന്നു. അസുഖം വന്ന ഉടനെ വീട്ടുകാരൊക്കെ ആദ്യം പറയും നീയല്ലേ പറയുന്നത് ഭഗവാനെ കാണാനാ പോകുന്നത്, ഭഗവാനാ പഠിപ്പിക്കുന്നത്, എന്നിട്ട് പിന്നെ നിനക്ക് എങ്ങനെയാ രോഗം വന്നേ. നാട്ടുകാർ പറയും ഭഗവാനെ കാണാൻ പോയിട്ട്, ഭഗവാന്റെ അടുത്ത് പോയിട്ട് നിന്റെ രോഗം എന്താ ഭഗവാൻ മാറ്റാത്തത്. ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവരും വിചാരിക്കുമോ ശരിയല്ലേ, എന്നെ ഭഗവാൻ സഹായിക്കുന്നില്ലല്ലോ, എനിക്കെന്താ ഇങ്ങനെ വന്നത്. ഇങ്ങനെ അസന്തുഷ്ടി അവരുടെ മനസ്സിലും വന്നു പോകുന്നു. अच्छा, अब आप थोड़ा सा गहराई में जाओ। पिछले 63 जन्मों में दे अभिमान में हमने केवल पाप ही किए, पुण्य करने की तो कोई मार्जिन ही नहीं थी। और द्वापर के पहले जन्म में तो थोड़े पाप किए, लेकिन बाद में तो दे अभिमान स्टेप बाय स्टेप बढ़ा 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 बढ़ा, और कलयुग का अंत आते आते तो हमारे पाप की गठरी इतनी बड़ी हो गई। आप इसको समझने के लिए यूँ समझ लीजिए कि मान लो हमारे पे 5 करोड़ का कर्जा था। भगवान के जब हम बने तो 5 करोड़ का कर्जा था, मतलब कर्मों का कर्जा था। अब हम बाबा के बने, चाहे 2 साल से, चाहे 5 साल से, चाहे 10 साल से, चाहे 20 साल से, तो हमने 24 घंटे में 1 घंटा मुरली क्लास की। उस मुरली क्लास में भी क्या मन पूरी तरह स्थिर रहा या इधर उधर भागा। उसके बाद हम घर गए, घर के कामों में बिजी हो गए, याद भी भूल गई, ज्ञान भी भूल गया। और उसके बाद शाम को हमने फिर चलो योग किया, जो भी किया, और महीने में चलो हमने 500 रुपया 1000 रुपया भंडारी में डाल दिया। हमारी ये जो प्रतिदिन की कमाई है, ये कमाई कितनी है? इसमें से बहुत सारी कमाई तो हम अपने लिए यूज कर लेते हैं, अपने को सुख शांति मिली, अपने मन को स्थिरता मिली, अपने लिए भी तो यूज हो रही है ना। जैसे कर्ज तब उतरता है जब व्यक्ति रोज का खाने के बाद बचाता है। 100 रुपये कमाता है, 50 खाता है, 50 बचाता है, तो वो कर्ज की अदायगी कर सकता है। लेकिन मेरा पुरुषार्थ इतना है, अमृत वेला भी आधा झुटके में जाता है, कभी नींद, कभी कैसे, कभी उठना ही भूल गए, ऐसे करके मैंने 5 साल 10 साल ज्ञान में निकाले। तो मेरा कितना कर्ज उतारने में लगता होगा? जो 5 करोड़ का कर्ज था उसके लिए मेरी कमाई कितनी है? अभी तो मैं
इतनी कमाई करता हूँ कि मेरा 1,00,000 2 लाख ही उतरा है। क्या है इतनी कमाई कि मेरा 5 का 5 करोड़ उतर गया। 24 घंटे मैं योग में रहूं, सिवाय बाबा के मुझे कुछ ना दिखे, काम क्रोध लोभ सब नष्ट हो गए, सारे मोह नष्ट हो गए, बस मैं पूरी तरह से अव्यक्त हो गया। ऐसी स्थिति है क्या? हर पल पद्मों की कमाई हो रही है, बीच में विक्रम भी हो जाते हैं, बीच में दृष्टि वृत्ति वाणी कृति वो भी उल्टे रास्ते पे चल पड़ती है। भले ज्ञान में गिनती के हिसाब से 10 साल हो गए, 20 साल हो गए, 25 साल हो गए, लेकिन भगवान के खाते में कितना जमा हुआ? अब जब जमा नहीं हुआ, कर्ज नहीं उतरा, तो कर्ज जिसने दिया था वो तो मांगने आएगा। हमको कर्ज किसने दिया? एक तो प्रकृति ने दिया। पिछले 63 जन्मों से इस प्रकृति से हम धरती माता को पांव के नीचे रोंद रहे हैं। ऑक्सीजन को हमने कार्बन में बदल डाला। सतयुग में 90% ऑक्सीजन होती है, अभी 10% ऑक्सीजन बची है। पेड़ों को काटा, पानी को बहाया, सांस से वातावरण को गंदा किया। प्रकृति के हम कितने कर्जदार हैं। हमने प्रकृति को कितना स्वच्छ किया, कितना मांजा, कितना धोया। मनुष्यों का भी कर्ज है, किसी से छीना, किसी से झपटा, किसी को झूठ बोला, किसी से ठगी की, दुकान पे ठगी की, शादी ब्याह में ठगी की, घरों में ठगी की, फिर दिखावा बहुत किया कुछ, बताया कुछ। तो इतने सारे पाप कर्म हम पहले भी करते थे और अभी भी ये पूरे छूटे नहीं हैं, अभी भी बीच बीच में हो जाते हैं। तो कर्ज कितना उतरा? और जब उतरा ही नहीं तो दाता तो मांगने आएगा। तो बीमारी आकर के हमको क्या कहती है? वो कहती है तू चिंता मत कर, मैं तेरा कर्ज उतारने आई हूं। तेरा योग इतना नहीं है कि तू अकेला अपना कर्ज उतार ले, मैं तेरे को सहयोग देने आई हूं। और हम उसको आंख दिखाते हैं, तू क्यों आई मेरे पास? और बतेरे लोग थे, उनके पास चली जाती, तेरे को मैं ही मिला क्या? अगर वो नहीं आएगी तो ऊपर धर्मराज के इतने भयंकर डंडे खाने पड़ेंगे, वो आपको बचाने आई। जगदीश भाई അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 63 ജന്മമായിട്ട് പാപം മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ആദ്യത്തെ ഒരു ജന്മത്തിൽ വേണമെങ്കിൽ പാപം കുറച്ച് കുറവായിരിക്കും. അത് കഴിഞ്ഞ് ഓരോ ജന്മത്തിലും ദേഹാഭിമാനം കൂടുന്നതിനനുസരിച്ച് പാപത്തിൻ്റെ അളവും കൂടി അവസാനം ഇത്ര വലിയ കൊട്ട തലയിൽ പാപത്തിനെ നിറച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത്. ബാബയുടെ ആയ സമയത്ത് ഉദാഹരണം പറയുകയാണ്, ഒരു 5 കോടി രൂപ കടം കൊണ്ടാണ് നിങ്ങൾ ബാബയുടെ അടുത്ത് വന്നിരിക്കുക. കർമ്മത്തിൻ്റെ കടം കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഒരു ദിവസം സമ്പാദിക്കുന്നത് എത്രയാണോ അത്ര തന്നെ നമുക്ക് രാവിലെ ഡെയിലി മുരളി ക്ലാസ് കേട്ടു, അമൃതവേള യോഗ ചെയ്തു, ആവുന്ന 5 10 എത്രയാണ് നിങ്ങൾക്ക് ആവുന്നത് നിങ്ങൾ ഭണ്ഡാരത്തിലിട്ടു. അതുകൊണ്ട് അതിൽ നിന്ന് കുറേ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ സന്തോഷിക്കുന്നുണ്ട്, നമ്മൾ സുഖം അനുഭവിക്കുന്നുണ്ട്, ആനന്ദം അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെ അവനവൻ്റെ ചെലവിന് ഡെയിലി ചെലവിന് വേണ്ടിയുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് വരുമ്പോൾ സമ്പാദ്യത്തിൽ മിച്ചം വെക്കാനായിട്ട് ഒന്നും ഉണ്ടാവില്ല. 100 രൂപ ഒരാൾ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ 50 രൂപ അയാൾ ചെലവിന് വേണ്ടി ഉപയോഗിച്ചാലും 50 രൂപ അയാൾക്ക് കടം വീട്ടാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ലക്ഷങ്ങളുടെ കണക്കിലേക്കൊന്നും ആവുന്നില്ല. ഒന്ന് നോക്കി എത്ര മണിക്കൂർ, 24 മണിക്കൂർ കണ്ടിന്യൂസ് ആയിരുന്നു യോഗ ചെയ്ത് പാപത്തിൻ്റെ കണക്ക് കത്തിച്ച് ഇല്ലാതാക്കി. അതൊന്നും ആരും ചെയ്യുന്നില്ലല്ലോ. മാത്രമല്ല ദിവസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടെ ചിലപ്പോൾ കുറച്ച് വികർമ്മവും സംഭവിക്കും, വികല്പവും സംഭവിക്കും. ഇനി എന്തെല്ലാം കാര്യത്തിൽ നമ്മൾ ഈ പ്രകൃതിയിൽ നിന്ന് എന്തൊക്കെ രീതിയിൽ നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മുടെ കണക്ക് നോക്കിയാൽ സമ്പാദ്യത്തിൻ്റെ കണക്ക് കുറച്ചും ചെലവിട്ടത് കൂടുതലുമായിരിക്കും. അങ്ങനെ വരുമ്പോൾ കടം ഒരുപാട് വലുതൊരാൾക്കുണ്ടെങ്കിൽ സമയം വരുമ്പോൾ ആൾക്കാർ കടം കൊടുത്ത ആൾ പൈസ ചോദിക്കാൻ വരുമല്ലോ. നമുക്കാരാ കടം തന്ന ആൾ? ഈ പ്രകൃതിയല്ലേ. പ്രകൃതിയിലെ സത്യയുഗ
പുതുയുഗം തുടങ്ങിയപ്പോൾ 90% ഓക്സിജൻ ഉണ്ടായിരുന്നത് നമ്മൾ ശ്വസിച്ച് അതിനെ കറപ്പിച്ച് ഇപ്പോൾ 10% ഓക്സിജനും 90% മറ്റുള്ളതായി മാറിക്കഴിഞ്ഞു. ഈ ജലവും നമ്മൾ കേടാക്കി കളഞ്ഞു, ഈ വായുവിനെ കേടാക്കി കളഞ്ഞു, മരം നമ്മൾ എത്ര മുറിച്ചു കളഞ്ഞു, ഈ ഭൂമിനെ എത്ര യുഗങ്ങളായി ചവിട്ടി മെതിച്ച് അതിനെയും കേടാക്കി കളഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ പഞ്ചതത്വങ്ങളെ നമ്മൾ എത്ര വാഷ് ചെയ്തിട്ടുണ്ട്, അതിനെത്ര ശുദ്ധീകരിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്നുമില്ല. ഉപയോഗിക്കുന്നതും മോശമാക്കുന്നതും മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാകുമ്പോൾ നമ്മൾ പ്രകൃതിയുടെയും വലിയ കടക്കാരായി മാറിക്കഴിഞ്ഞു. അപ്പോൾ പ്രകൃതി തന്ന ആൾ അതിൻ്റെ സാധനത്തിനെ കേടാക്കുമ്പോൾ അതത് ചോദിക്കാൻ വേണ്ടി വരുമല്ലോ, കടം ചോദിക്കാൻ വേണ്ടി വരുമല്ലോ. അങ്ങനെയാണ് രോഗങ്ങളായിട്ട് രൂപത്തിൽ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. രോഗം വരുന്നത് വേറൊന്നും കൊണ്ടല്ല, രോഗം നമ്മളെ സഹായിക്കാൻ വരികയാണ്. നമ്മളോട് പറയാണ്, നോക്ക്, അഥവാ ഞാൻ കുറച്ച് നിൻ്റെ പാപത്തിൻ്റെ കണക്കൊക്കെ ഉണ്ടല്ലോ, കടം ഞാൻ കുറച്ച് ഞാനെടുത്ത് വീട്ടാമെന്ന് പറഞ്ഞിട്ടാണ് രോഗങ്ങൾ വരുന്നത്. പക്ഷേ നമ്മൾ അത് മനസ്സിലാക്കാതെ രോഗം വരുമ്പോൾ രോഗത്തിനോട് നമ്മൾ കണ്ണുരുട്ടു, നീ എന്തിനാ എൻ്റെ അടുത്ത് വന്നത്, നിനക്ക് അവിടെ പോയി കൂടായിരുന്നു, എന്താ ഇങ്ങോട്ട് വന്നു എന്ന് ചോദിച്ചുകൊണ്ട് രോഗത്തിന് നേരെ നമ്മൾ കണ്ണുരുട്ടും. അത് നമ്മുടെ കണക്ക് തീർക്കാൻ വന്നത്. സപ്പോസ് രോഗങ്ങളൊന്നും വരുന്നില്ല, കണക്ക് തീരുന്നില്ല എങ്കിൽ ധർമ്മരാജപുരിയിൽ നമുക്ക് വലിയ ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും. അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിക്കൊണ്ടാണ് ഈ രോഗങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. तो बीमारी जब आए तो उसको एक्सेप्ट करो, वाह बीमारी वाह, तुम आई, आ जाओ, क्योंकि कर्म भोग को कर्म योग में कन्वर्ट करना है. और बीमारी सबको आई है. मैं जगदीश भाई की बात सुना रही थी, कितना बाबा का अनन्य बच्चा था, लेकिन लास्ट में आप सबने सुना, देखा, जाना. तो गुलजार दादी बाबा के पास गई, बाबा आपका ये अनन्य बच्चा था, इसको इतना दुख क्यों? क्योंकि लेटे लेटे ना ये बैड सोल्स हो गए थे पीछे. उस ज़माने में ग्लोबल में भी ऐसी खटिया नहीं थी, आजकल तो ऐसी खटिया आ गई हैं, वो पीछे से ऊपर उठ जाती हैं, बैड सोल्स नहीं होने देते हैं, ऐसी तकनीक आ गई है. तो यहाँ पीछे रीढ़ की हड्डी में वो फोड़ा सा हो जाता है. तो दादी ने कहा, बाबा इसको इतना कष्ट क्यों है, आपका अनन्य बच्चा, इतनी सेवा की. बाबा ने कहा, इस बच्चे ने कहा है कि मुझे ऊपर सजा नहीं भुगतनी है, मेरा जो भी हिसाब किताब हो ना वो नीचे चुकता हो जाए, क्योंकि जो ऊपर की सजा है वो बहुत ज़्यादा भयंकर है और नीचे की जो सजा है वो बहुत हल्की है. अब कोई कहेगा कि ऊपर तो शरीर ही नहीं है, भला भयंकर कैसी है? और नीचे तो शरीर को कष्ट मिलता है, भयंकर तो नीचे वाली है, नीचे वाली भयंकर नहीं है. जब आप ब्राह्मण जीवन में बीमार होते हो तो कितने ब्राह्मण आपको सहानुभूति देने आते हैं. आपसे कोई नफरत नहीं करता, कोई आपको फ्रूट देने आएगा, कोई हालचाल पूछने आएगा. कोई ब्राह्मण तो ऐसा दयालु भी होता है, कहता है अच्छा हॉस्पिटल की पेमेंट भी मैं कर दूंगा, आप चिंता मत करो. ऐसे बहुत मिल जाते हैं. आज हमारा परिवार बहुत बड़ा है. जो कोई बीमार होता था वो उसको बाबा अव्यक्त रूप में जब बाबा आते थे तो उसको मंच पे बुलाया जाता था. बाबा उसको सेब देता था, आशीर्वाद देता था, कोई बात नहीं है बच्चे, ठीक हो जाओगे. सब दादियों को हमने देखा, बड़े भाइयों को देखा, और कोई छोटी उम्र वाला भी सीरियस बीमारी होती थी तो स्पेशल मिलवाया जाए. तो बाबा की भी सहानुभूति, परिवार की भी सहानुभूति और सहयोग. लेकिन जब ऊपर धर्मराज पिटाई करता है तो बताओ कौन सा बच्चा दौड़ के आएगा, बाबा मत पीटो इसको? कोई आएगा? और जब भगवान ही धर्मराज बन गया, आपकी क्या मदद करेगा वो? जब आप बीमार हो तो आपको सेब पकड़ा रहा है, लेकिन जब उसके हाथ में डंडा है तो आपकी मदद करेगा क्या वो? फिर सबके बीच में आपकी पिटाई होगी तो पद कम हो जाएगा. एक होता है अकेले में पिटाई होना, इतनी शर्म नहीं आती है. सब आत्माएं होंगी वहाँ, देखो इसकी कितनी पिटाई, आत्मा की पिटाई होती है. मतलब आत्मा को वो दृश्य दिखाया जाता है, ये देखो तुम झूठ बोल रहे हो, ये बाबा की गिलानी कर रहे हो, परिवार की गिलानी कर रहे हो, ये चोरी कर रहे हो, ये देखो ये तुम किसी ब्राह्मण को दुख दे रहे हो या किसी और को भी दुख दे रहे हो. वो वीडियो दिखाया जाएगा. जब वीडियो देखेंगे तो अंदर में अरे मैंने ऐसा कर्म किया, क्योंकि जब हम कर्म करते हैं तब तो बेहोश होते हैं.
लेकिन उस समय अरे मेरे से ऐसा पाप हुआ, तो वो जो ग्लानि है वो आग की तरह जलाएगी, पश्चाताप की आग। वो जो पश्चाताप की आग है ना, वो शरीर की आग से भी भयंकर होती है। शरीर को आग लगी, जल गया, 2 मिनट में जलने का काम पूरा हो गया। लेकिन पश्चाताप की आग वो तो चालू रहती है। तो पश्चाताप की आग, आत्मग्लानि की आग, और फिर जब वहाँ ऊपर पिटाई होगी तो जो पिटा हुआ व्यक्ति है वो कभी भी राजा नहीं बन सकता। पुराने ज़माने में ये नियम था कि अगर किसी को सज़ा मिली है, अगर किसी का अंग भंग है, तो वो राजा नहीं बन सकता। जैसे हम लोगों ने बचपन में एक स्टोरी पढ़ी थी, एक व्यक्ति, अच्छा ദീദി പറയാണ് ജഗദീഷ് ഭായിൻ്റെ അനുഭവം. ദീദി പറയാണ് ജഗദീഷ് ഭായ് ബാബയുടെ അത്രയും അനന്യമായിരിക്കുന്ന കുട്ടിയായിരുന്നു. പക്ഷേ അദ്ദേഹം വിടുന്ന സമയത്ത് ഭയങ്കരമായിരിക്കുന്ന രോഗത്തിൻ്റെ പീഡനം അനുഭവിച്ചിട്ടാണ് അദ്ദേഹം വിട്ടത്. അപ്പോൾ ഗുരുസാർ ദാദി വദനത്തിൽ പോയിട്ട് ബാബയോട് ചോദിച്ചു പോലും, ബാബയുടെ ഇത്രയും അനന്യമായിട്ടുള്ള കുട്ടിയല്ലേ, ഈ കുട്ടിക്ക് എന്തിനാണ് ഇത്രയും കഷ്ടം കൊടുത്തത്? അന്ന് ഇന്നത്തെ പോലെ ബെഡ്, ഇപ്പോൾ പേഷ്യൻ്റ് കിടക്കുകയാണെങ്കിലും ബെഡ് തന്നെ ഉയർത്താൻ പറ്റുന്ന സംവിധാനമൊക്കെ ഉണ്ടല്ലോ, ബെഡ് സോർ ഉണ്ടാവാതിരിക്കാൻ. അന്ന് അങ്ങനെ സംവിധാനമൊന്നും ഉണ്ടായിരുന്നില്ല ഗ്ലോബലിൽ. ബായിക്ക് നട്ടെല്ലിൽ പിന്നിൽ നട്ടെല്ലിന്മേ ബെഡ് സോർ വന്നിട്ടുണ്ടായിരുന്നു അത്രേ. അപ്പോൾ അത്രയും വേദന അനുഭവിച്ചിട്ടാണ് ബായി ദേഹം വിട്ടത്. എന്തിനാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ ഉണ്ടായതെന്ന് ചോദിച്ചു വന്നു. അപ്പോൾ ബാബ പറഞ്ഞു, കുട്ടി ബാബയോട് ഒരു റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാബ താഴെ എന്തു വേണമെങ്കിൽ ഞാൻ അനുഭവിക്കാം, പക്ഷെ മേലെ ഞാൻ ശിക്ഷിക്കപ്പെടരുത് എന്ന് ബാബയോട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയുടെ റിക്വസ്റ്റ് ബാബ മാനിച്ചതാണ് അങ്ങനെ ഉണ്ടായത് എന്ന്. അപ്പോൾ അതുകൊണ്ട് ദീദി പറയാണ്, താഴത്തെ ശിക്ഷ, ധർമ്മരാജൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് വളരെ കടുത്ത ശിക്ഷയാണ്. അത് നമുക്ക് പറഞ്ഞിക്കാൻ പറ്റില്ല, അത്രയും പീഡയാണ് അതിനുണ്ടാവുക. താഴത്ത് എന്ത് രോഗമാണെങ്കിലും ശരിയാ, അതിനൊക്കെ മേലെ അനുഭവിക്കുന്ന ശിക്ഷയുടെ പീഡനത്തിൻ്റെ വളരെ കുറച്ചേ അതിനാക്കുണ്ടാവുള്ളൂ. അപ്പോൾ ആളുകൾ ചോദിക്കും, താഴെയല്ലേ ശരീരം, മേലെ ശരീരമല്ലല്ലോ, അതെന്ത് പീഡ മേലെ അനുഭവിക്കുക എന്ന്. അതിൻ്റെ ഉത്തരം പറയുകയാണ്, ശരീരം കൊണ്ടുള്ള രോഗം നിങ്ങൾക്ക് വന്നാൽ, ഒരു ബ്രാഹ്മണന് അഥവാ സുഖമില്ലാതെ കിടക്കുകയാണെങ്കിൽ മറ്റ് ബ്രാഹ്മണന്മാർ നമ്മളോട് ചോദിക്കാൻ വരുമല്ലോ, എന്താ പറ്റിയേ, കാണാൻ വരും, ചിലപ്പോൾ ചിലർ ഫ്രൂട്ട്സ് തരും, ചിലപ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരും, ദൃഷ്ടി തരും, യോഗദാനം തരും, വിശേഷം ചോദിക്കാൻ വരും. ഇതിൻ്റെ ഒക്കെ സപ്പോർട്ട് അതിലുപരിയായിക്കൊണ്ട് ബാബയെ ഓർമ്മിക്കുമ്പോൾ ബാബയുടെ സഹയോഗം സപ്പോർട്ടും നമുക്ക് കിട്ടും. അവ്യക്ത ബാബയുടെ സമയത്ത് അങ്ങനെ സീരിയസ് ആയിട്ട് സുഖമില്ലാതാവുന്ന കുട്ടികളെ ബാബ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് അവർക്ക് ആപ്പിൾ കൊടുക്കുമായിരുന്നു. അങ്ങനെ അവരെ രോഗം ബാബ മാറ്റുമായിരുന്നു. ബാബ അച്ഛനായിരിക്കെ ആപ്പിൾ കൊടുത്ത് അസുഖം മാറ്റും. ആ ബാബ തന്നെ ധർമ്മരാജനായിരിക്കെ, ബാബയുടെ കയ്യിൽ വടിയായിരിക്കെ, ബാബ ഒരു വിധത്തിലും ബാബയുടെ സപ്പോർട്ട് ഉണ്ടാവില്ല. സൂക്ഷ്മവദനത്തിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടുന്ന സമയത്ത് എല്ലാവരുടെ ഇടയിൽ വെച്ചായിരിക്കും ശിക്ഷിക്കപ്പെടുക, അല്ലാതെ ഇൻഡിവിജ്വലി അല്ല നിങ്ങൾക്ക് ശിക്ഷ കിട്ടുക. അപ്പം എല്ലാവരുടെ ഇടയിൽ വെച്ച് ബാബ സ്ക്രീൻ കാണിക്കുകയാണ് ചെയ്യുക. അടിക്കുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നിങ്ങളിതാ ഇന്ന സമയത്ത് അസത്യം പറഞ്ഞു, ഇന്ന സമയത്ത് ഇന്ന തെറ്റ് ചെയ്തു, ഇന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു, കൃത്യമായിട്ട് സ്ക്രീനിൽ കാണുമ്പോൾ അവർക്ക് മാത്രമല്ല എല്ലാവർക്കും അത് കാണുമായിരിക്കും. അതോടെ എല്ലാവരുടെ മനസ്സിൽ അവരോടുള്ള ഭാവന ഇല്ലാതാവും. അതോടുകൂടി അവർക്ക് ഒരിക്കലും രാജാവാൻ പറ്റാത്ത അവസ്ഥ വരും, പദവി കുറയുകയും ചെയ്യും. ആ സമയത്ത് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തു പോയല്ലോ എന്നുള്ള പശ്ചാത്താപം, ഒരാൾ പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മനുഷ്യന്മാർ ബോധശൂന്യരായിരിക്കും. തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ തെറ്റ് ചെയ്തു എന്ന് മാനിക്കുകൂടിയില്ല. അത് കഴിഞ്ഞ ശേഷം ധർമ്മരാജപുരിൽ അത് കാണുമ്പോൾ, റിയലൈസേഷൻ ഉള്ളിൽ നിന്ന് വരുമ്പോൾ, ആ ഉണ്ടാകുന്നതായിരിക്കുന്ന പശ്ചാത്താപത്തിൻ്റെ അഗ്നി, ഈ ലോകത്തെ അഗ്നിയിൽ അഥവാ നിങ്ങൾ കത്തിയാലും 2 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ദേഹം കത്തിത്തീരും, അത്രയേ ഉള്ളൂ. പക്ഷെ പശ്ചാത്താപത്തിൻ്റെ അഗ്നി അത് നിരന്തരമായി കത്തിച്ചുകൊണ്ടിരിക്കുകയും അതിൻ്റെ പീഡ അസഹനീയമായിരിക്കുകയും ചെയ്യും. ആ രീതിയിലാണ് ധർമ്മരാജപുരിയിൽ മനുഷ്യന് ശിക്ഷ കിട്ടുന്നത്. तो कहानी ऐसी थी कि एक व्यक्ति था, उसकी अपनी पत्नी से बनती नहीं थी, झगड़ा हो गया, विदेश की कहानी है। उसने पत्नी को घर से निकाल दिया। फिर जब अकेला हो गया तो अब घर में क्या करे, एक दूसरे बड़े शहर में चला गया। वहाँ जाके उसने कुछ समाज सेवा के काम किए, गरीबों की बस्ती में काम किए, अनपढ़ लोगों को पढ़ाया, तो वो लोगों की नज़रों में आ गया। तो उस शहर में मेयर का चुनाव होना था। तो लोगों ने कहा, देखो ये पिछले 5 साल से हमारे शहर में इतने अच्छे अच्छे काम कर रहा है, तो चलो इसको मेयर बना देते हैं।
तो लोगों ने उसको मेयर चुन लिया, और जिस दिन उसको मेयर के नाम की फाइनल स्टैंप लगनी थी, उस दिन एक सभा के बीच में सब बैठे, पब्लिक बैठी और कुछ मुख्य लोग बैठे, वो भी मंच पे बैठा, और उसको कहा कि भाई तू शपथ ले कि मैं मेयर के रूप में अच्छा काम करूँगा, ऐसे ऐसे करके। तो जब वो मंच के ऊपर सभा सजी हुई थी तो एक बुढ़िया मंच पे चढ़ गई बिना बताए, और माइक पकड़ लिया उसने, लोगों को पता ही नहीं पड़ा, और माइक पे जोर जोर से कहती है कि ये व्यक्ति मेयर बनने लायक नहीं है, ये व्यक्ति मेयर बनने लायक नहीं है। तो प्रजा एकदम ऐसे चौकन्नी हो गई। कहती है ये आदमी मेरा पति था, इसने मुझे घर से निकाला, एक पैसा भी नहीं दिया, आज मैं शराब बेच करके अपना जीवन चला रही हूँ, ये व्यक्ति मेयर बनने लायक नहीं है। तो सब लोग चौकन्नी हो गए। भाई ये तो 5 साल से हमारे शहर में, हमें क्या पता है पीछे क्या करके आया, और अगर सचमुच इसने ऐसा कर्म किया है तो ये तो पनिशमेंट इसको मिलनी चाहिए, ये मेयर बनने लायक नहीं है। तो लोगों ने उसका प्रोग्राम कैंसिल कर दिया। ഉദാഹരണം പറയുകയാണ് ദീദി, ഒരു ബിസിനസ്മാൻ ഉണ്ടായിരുന്നു ഒരു സിറ്റിയിൽ. അയാൾക്ക് ഭാര്യയായിട്ട് തീരെ ചേരില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം വഴക്കടിച്ച് അയാൾ ഭാര്യനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഭാര്യയ്ക്കൊന്നും കൊടുത്തില്ല, വീട്ടിൽ നിന്ന് പുറത്താക്കി. പിന്നെ വീട്ടിൽ ഒറ്റയ്ക്ക് എന്ത് കഴിയാനാന്ന് കരുതി അയാൾ വീട് പൂട്ടി അയാൾ ആ സിറ്റി വിട്ട് വേറൊരു സിറ്റിയിൽ സെറ്റിലായി. അവിടെ പോയിട്ട് അയാൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു. കുറേ പഠിക്കാൻ പറ്റാത്ത കുറേ കുട്ടികളെ പഠിപ്പിച്ചു, പാവങ്ങളുടെ സേവ ചെയ്തു, സൊസൈറ്റിക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തു. അപ്പോൾ എല്ലാവരും കൂടി വിചാരിച്ചു ആ സമയത്ത് അവരുടെ മേയറെ തിരഞ്ഞെടുക്കുന്നതായിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇത്രയും ഒരു 5 വർഷമായിട്ട് നമുക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിനെ നമ്മുടെ മേയറാക്കണം എന്ന് എല്ലാവരും കൂടി തീരുമാനിക്കുകയാണ്. അങ്ങനെ മേയറാക്കാൻ വേണ്ടിക്കൊണ്ട് തിരഞ്ഞെടുത്ത് ശപഥമെടുക്കുന്നതായിരിക്കുന്ന ദിവസം വേദിയിൽ അദ്ദേഹമുണ്ട്, വേറെ അതുപോലെ മുഖ്യരായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്, നിറയെ ഓഡിയൻസ് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ആ സഭയിലേക്ക് ഒരു വയസ്സായിട്ടുള്ള സ്ത്രീ ആരുടെയും അനുമതി കൂടാതെ നേരെ സ്റ്റേജിൽ കയറി വന്നു. സ്റ്റേജിൽ കയറി വന്നിട്ട് മൈക്ക് എടുത്തിട്ട് പറഞ്ഞു, ഇയാൾ ഒരിക്കലും മേയറാവാൻ യോഗ്യനല്ല, ഞാൻ ഇയാളുടെ പത്നിയായിരുന്നു, എനിക്കൊന്നും തരാതെ ഇയാൾ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ്, ഇന്ന് ഞാൻ മദ്യം വിറ്റിട്ടാണ് എൻ്റെ ആജീവിക, അന്നത്തിന് വേണ്ടി ധനം കണ്ടെത്തുന്നത്, അതുകൊണ്ട് ഇങ്ങനൊരു മനുഷ്യൻ ഇയാൾ ഒരിക്കലും മേയറാവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അത് കേട്ടതോടുകൂടി ജനം പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. 4-5 കൊല്ലല്ലേ ആയിട്ടുള്ളൂ ഇയാളുടെ വന്നിട്ട്, ഇയാളെ പിന്നൊന്നും നമുക്കറിയില്ലല്ലോ, ഇങ്ങനെയൊക്കെ ഇയാൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇയാൾ മേയറായി തിരഞ്ഞെടുക്കപ്പെടാൻ പറ്റിയ ആളല്ല, ഇയാൾ ശിക്ഷിക്കപ്പെടേണ്ട വ്യക്തിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അതോടുകൂടി അയാൾക്ക് കിട്ടാൻ പോയ എല്ലാ മഹിമകളും അവിടെ ക്യാൻസൽ ആവുകയും ചെയ്തു. तो अगर हमारा कोई ऐसा कर्म है जिसकी हमें पनिशमेंट मिली या मिलनी चाहिए तो फिर हम राजा नहीं बन सकते. അതായത് പണിഷ്മെൻ്റ് കിട്ടാൻ വിധത്തിലുള്ള എന്തെങ്കിലും ഒരു കർമ്മം നമ്മുടെ കയ്യിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ രാജാവാൻ യോഗ്യരല്ല. इसलिए बाबा कहते हैं अगर सजा खाते हो तो पद कम हो जाता है, कांध नीचे हो जाती हैं, मोचरा खा के थोड़ी सी मानी मिलती है, बस कोई छोटा मोटा पद मिल जाता है, लेकिन ऊंचे पद के लायक वो व्यक्ति नहीं बनता है. अगर हमने अपनी सब सजाएं नीचे भोग ली तो फिर ऊपर हमको बाबा ऐसे बाय बाय करेगा और फिर हमें अच्छा पद मिलेगा, क्योंकि सजा तो मिली ही नहीं, और नीचे हम कुछ भी भुगतते हैं. ये तो मैंने एक बीमारी की बात कही, आगे मैं दूसरी बात कहूँगी. तो हर एक में बाबा मदद करता है. नीचे आपके ऊपर कोई भी मुसीबत आती है तो मदद करता है, धन की, संबंध की, लेकिन ऊपर नहीं. टीचर जब पढ़ा रहा है तब मदद करता है. पढ़ाई पूरी हो गई, आप एग्जामिनेशन हॉल में पहुंच गए, रिजल्ट निकलने वाला है, तब टीचर के हाथ से बात निकल जाती है. तो जब हम ऊपर चले जाते हैं इस देह को छोड़ने के बाद, उसके बाद भगवान के हाथ से बात निकल जाती है. പറയുകയാണ്, താഴെ ഒരാൾക്ക് എത്ര തന്നെ രോഗങ്ങളും കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വന്നാലും അത്രയും അവരുടെ കണക്ക് തീരും. മാത്രമല്ല അത്രയും അവർക്ക് മേലെ പോയാൽ ശിക്ഷ കുറവ് അനുഭവിച്ചാൽ മതി. താഴെ നിങ്ങൾ എന്ത് കഷ്ടപ്പാട് അനുഭവിക്കുമ്പോഴും അതിനൊക്കെ സഹായിക്കാൻ വേണ്ടിക്കൊണ്ട് ബാബ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് സഹയോഗം തരും, സഹായം തരും. ഒരു ടീച്ചർ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന സമയത്ത് എന്തൊക്കെ സഹായം വേണോ അതൊക്കെ കൊടുത്ത് ടീച്ചർ പഠിപ്പിക്കും. പക്ഷെ പഠിച്ചു കഴിഞ്ഞ് കുട്ടി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ടീച്ചറുടെ കയ്യിൽ നിന്ന് കാര്യം പോവും.
അതുപോലെ ഇവിടെ ഈ താഴത്തെ ലോകത്ത് നിങ്ങൾക്ക് എന്ത് അനുഭവിക്കുമ്പോഴും എന്ത് കഷ്ടപ്പാടാണെങ്കിലും അത് ധനമാവട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവട്ടെ എല്ലാ രീതിയിലും ബാബ നിങ്ങളെ സഹായിക്കാനുണ്ടാവും. ഇപ്പോൾ രോഗത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്, ബാക്കിയുള്ളതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഇനി പിന്നെ പറഞ്ഞു തരുന്നുണ്ട്. എന്ത് കഷ്ടപ്പാട് ഇവിടെ വേണ്ടി വന്നാലും അതൊക്കെ തന്നെ നിങ്ങളെ സഹായിക്കാൻ ബാബ ഉണ്ടായിരിക്കും. പക്ഷെ ആത്മാവ് ദേഹം വിട്ട് ഇതിൽ നിന്ന് പുറത്ത് കടന്നു കഴിഞ്ഞാൽ അതോടുകൂടി ബാബയുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയി അതുവരെ മാത്രമേ ബാബയ്ക്ക് സഹായിക്കാൻ പറ്റൂ. तो बीमारी से असंतुष्ट नहीं होना, बाबा को शिकायत नहीं करनी, पक्का. അതുകൊണ്ട് രോഗത്തിൽ വിഷമിക്കരുത്, ബാബയോട് പരാതി പറയരുത്. ഉറപ്പായോ? ഉറപ്പായോ? ബാബയോട് പരാതിയില്ല രോഗം വന്നാലോ. अंतिम शरीर है, इसको प्यार से चलाओ, वाह घोड़े वाह, तो बहुत अच्छा है, तो बहुत अच्छा है. दवाई लगा लो, परहेज कर लो और चलते रहो, दौड़ते रहो. ये शिकायत ही मत करो कि ये कैसा है, जैसा भी है सबसे बढ़िया मेरा घोड़ा है. അതുകൊണ്ട് രോഗം വരുമ്പോൾ കുഴപ്പമില്ല, നീ നല്ല കുതിരയാണ് കേട്ടോ, നന്നായിട്ട് എന്നെ സഹായിക്കണം. സ്വയം പുറത്ത് ഈ കുതിരയുടെ പുറത്ത് ഞാൻ തട്ടി കൊടുക്കുമല്ലോ, അതുപോലെ സ്വന്തം പുറത്ത് തട്ടിയിട്ട് നല്ല കുതിരയാണ്, അവസാനത്തെ കുതിരയാണല്ലോ, എന്നെ നന്നായി സഹായിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ മരുന്ന് കൊടുത്തോളൂ, വേണ്ട രീതിയിലുള്ള ആഹാരം കൊടുത്തോളൂ, നന്നായി പരിപാലിച്ചോളൂ. പക്ഷെ നന്നാക്കി മുന്നോട്ട് കൊണ്ടുപോകണം, പരാതി പറയരുത് അതിനോട്. फिर बाबा को कहते हैं, बाबा ये आपने मुझे कैसे संबंध दिए, ये पति ज्ञान में नहीं चलता, ये पत्नी रोज कलह करती है, बेटा कहना नहीं मानता और बेटी भी पता नहीं कहाँ से सुरपंखा आ गई है, तो ये तूने मुझे तो हंस बना दिया. आज भी था ना हंस, बाबा का बच्चा बगुलों के बीच में रहता है तो बहुत मेहनत करनी पड़ती है. ये तो कोई भी मेरी अनुकूल नहीं है. ऐसा पति मुझे क्यों दिया, संगम युग पे कोई अच्छा देता ना. ऐसे ऐसे बाबा को हम कंप्लेन करते हैं, संतुष्ट हो जाते हैं. आप इसकी बुद्धि को नहीं बदलते हो, आप इसको सुधारते नहीं हो. एक महिला मुरली सुन के घर गई तो पति जाते ही शोर मचाता है, तो रोज़ ही वहाँ चली जाती है. तेरे को वहाँ क्या है, घर में मेहमान आए हैं, तेरे को घर नहीं दिखता. तो वो महिला बाबा को कहती है, बाबा आप इसको सुधारते क्यों नहीं हो. तो बाबा कहता है, मेरा स्टूडेंट कौन है, तू के ये. मैं अपने स्टूडेंट को सुधारूंगा, वो तो मेरा कुछ लगता ही नहीं है. ചിലർ ബാബയോട് പറയും, ബാബ എന്ത് ബന്ധങ്ങളുള്ളിലാണ് എന്നെ കൊണ്ടിട്ടിരിക്കുന്നത്. കാരണം എന്നാൽ ചിലർക്ക് ഭർത്താവ് എഗെയിൻസ്റ്റ് ആയിരിക്കും, ഭർത്താവ് എന്തൊക്കെയോ പറയും. ചിലർക്ക് മക്കൾ എഗെയിൻസ്റ്റ് ആയിരിക്കും. ചിലരുടെ പെൺകുട്ടികൾ പെൺമക്കൾ ശൂർപ്പണഖ എവിടെ നിന്നാ വന്നതെന്ന് അറിഞ്ഞുകൂടാ, അങ്ങനെയുള്ളവരും ഉണ്ടായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ബന്ധങ്ങളുള്ള കുരുങ്ങുമ്പോൾ എന്താ ബാബ ഇങ്ങനെയുള്ള ബന്ധങ്ങളിലൊക്കെ എന്നെ കൊണ്ടിട്ടേയും ചോദിക്കും. ഒരു ഉദാഹരണം പറയുകയാണ്. ഒരമ്മ രാവിലെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയ സമയത്ത് വീട്ടിൽ ഗസ്റ്റ് വന്നിരിക്കുകയാണ്. ഭർത്താവ് ഇങ്ങനെ അവിടെ ഭയങ്കര ചീത്ത വിളിക്കുകയാണ്, നിനക്ക് വീടിനെ കുറിച്ച് ഇപ്പോൾ ഒരു ചിന്തയുമില്ല, വീട് നോക്കലുമില്ല, നിനക്ക് അവിടെ പോയിട്ട് ഇപ്പം എന്താ കിട്ടുന്നത്, വീട്ടിൽ വിരുന്നുകാർ വന്നിരിക്കുകയാണ്, എന്നിട്ടും നീ ക്ലാസ്സിന് പോയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് വഴക്കടിക്കുക. അപ്പം ആ അമ്മ സഹി കെട്ട് ബാബയോട് പറയാ, ബാബ നിനക്ക് ഇവരെ ഒന്ന് ഉദ്ധരിച്ചൂടെ, ഇവരെ ബുദ്ധി ഒന്ന് ശരിയാക്കിക്കൂടെ, ഇതെന്താ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ബാബ തിരിച്ചു ചോദിക്കുന്നത്, നീയാണോ എൻ്റെ വിദ്യാർത്ഥി അതോ അവനോ, എനിക്ക് അവനായിട്ട് എന്ത് ബന്ധമുള്ളത് അവനെ ഉദ്ധരിക്കാൻ. तो अज्ञानी को बाबा नहीं बदलेगा, हमको बदलेगा. हम कहते नहीं बाबा उसको बदल दे, बाबा कहते हैं पहले तू तो बदल जा. मेरे से इतने साल से पढ़ाई पढ़ रही है, पहले तू तो बदल, उसकी बारी बाद में है. ബാബ അജ്ഞാനികളെ മാറ്റില്ല, നമ്മളെയല്ലേ ബാബ മാറ്റുക. ബാബ പറയും, ആദ്യം നീ മാറ്, നിന്നെ ഉദ്ധരിക്കാനാണ് ഞാൻ വന്ന, അവനെയല്ല എന്ന് പറയുന്നു. अब संबंध कैसे मिलते हैं, संबंधों की शिकायत करते हैं ना, तो हमें संबंध मिलते कैसे हैं, पहले हमें ये बात समझनी है. देखो, संबंधों के लिए कहा जाता है कर्मजन्य संबंध, मतलब कर्मों के आधार पे वो संबंध जन्मे हैं, उसके लिए जिम्मेवार मेरा कर्म है. जैसे यहाँ जो चीज़ें आती हैं ना, उनको हम कहते हैं धनजन्य, संपत्ति जन्य. धन से वो चीज़ें आती हैं, जैसे माइक धन से आया, ये टेबल धन से आया, कुर्सी धन से. जैसे हमारे पास धन था वैसी कुर्सी आ गई. कुर्सी तो सोने की भी होती है. अगर हमारे पास इतना धन होता, हम यहाँ सोने की कुर्सी भी रख सकते थे. प्लास्टिक की क्यों रखी, क्योंकि हमको जितना था उस हिसाब से हमारे पास कुर्सी आ गई. तो
जब आत्मा का जन्म होता है, ये इतनी लंबी चौड़ी बात तो समझाने के लिए की जाती है, वहाँ तो सेकंड में सारा फैसला होता है। तो हम अपने कर्मों की पूंजी अपने साथ लेके जाते हैं, बाकी कुछ नहीं लेके जाते। अब हमें अगला जन्म लेना है, अगले जन्म में फिर सारे संबंध चाहिए। तो जैसे हम मोबाइल की दुकान पे जाते हैं और 3 लोग एक साथ गए, एक की जेब में तो 1 लाख रुपए थे, दूसरे की जेब में 20,000 थे, तीसरे की जेब में 1,000 थे। तीनों दुकानदार को कहते हैं साहब मोबाइल दे दो। तो दुकानदार पूछता है कितनी रेंज का दिखाऊं? ये वाला कहता है बस 1000 तक दे दो, कीपैड वाला दे दो, सेकंड हैंड दे दो। ये कहता है मुझे आईफोन दे दो अच्छी क्वालिटी का, सैमसंग का जो आपके पास बढ़िया। वो कहता है मुझे एप्पल वाला दे दो। तो दुकानदार जैसी उनके पास पॉकेट में मनी है उसके हिसाब से चीज़ देता है। तो मैं आत्मा शरीर छोड़ के गई, मुझे आगे माँ चाहिए। तो मैंने कहा भगवान माँ दे दे। भगवान ने कहा कितनी रेंज वाली दे दूँ? तो हमने पॉकेट में से निकाल के दिखाए, एक कमाई है मेरी, इस रेंज की दे दे। वो कहता है इस रेंज में तो कोई पूतना वाली ही मिलेगी। तो उसने मुझे उस माँ की गोद में भेज दिया। अब जब प्रॉपर्टी नहीं है तो भगवान क्या करे? अब मैं वहाँ जन्मी और वो ऐसी टेढ़ी औरत है, शराब भी पीती है, गालियाँ भी देती है, मुझे मारती पीटती भी है, स्कूल भी नहीं भेजती है, काम भी बहुत करवाती है। फिर मैं कहती हूँ भगवान तूने सबको बढ़िया बढ़िया माँ दी, मेरे को ऐसी क्यों दी? अब तेरी जेब में प्रॉपर्टी इतनी थी। अब दूसरा गया, भगवान माँ चाहिए, अच्छा कितने रेंज वाली दे दूँ? वो प्रॉपर्टी दिखाता है तो कहता है इसको तो कौशल्या जैसी माँ देनी पड़ेगी। अब उसको देखो कौशल्या जैसी माँ मिल गई। अब वो खुश है, मेरी माँ ऐसी गुणवान, चरित्रवान, पावन। अब भाई जैसी प्रॉपर्टी थी। तो माँ या बाप या भाई या बहन या पति या पत्नी हमारे कर्मों की पूंजी से हमें मिलते हैं। പറയാണ് സംബന്ധത്തിനെ കുറിച്ച് പരാതി പറയുമ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് സംബന്ധം എങ്ങനെ ഉണ്ടാകുന്നു എന്നാണല്ലോ. കർമ്മജന്യ സംബന്ധം എന്നാ പറയുക. കർമ്മത്തിൽ നിന്ന് ജനിക്കുന്നതാണ് ബന്ധങ്ങൾ. ധനജന്യ സാധനം എന്ന് പറയും പോലെ, അതായത് പൈസ കൊണ്ടാണ് ഈ മേശ ഉണ്ടാവുക, കസേര ഉണ്ടാവുക, എല്ലാ സാധനം ഉണ്ടാവുക. നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടോ അതനുസരിച്ചല്ലേ സാധനം വാങ്ങുക. ഒരുപാട് പൈസയുള്ള ഒരാൾക്ക് വേണമെങ്കിൽ സ്വർണത്തിൻ്റെ കസേരയും വെക്കാൻ കാശുണ്ടെങ്കിൽ. അപ്പം നമ്മുടെ കയ്യിൽ എങ്ങനെയുള്ള പൈസ അതുപോലുള്ളതായിട്ടുള്ള സാധനം വാങ്ങും. അതേപോലെ എങ്ങനെയുള്ള കർമ്മത്തിൻ്റെ കണക്കും കൊണ്ടാണോ ഒരാത്മദേഹത്തിൽ നിന്ന് പുറത്ത് കിടക്കുന്നത്, അതുപോലുള്ള സംബന്ധങ്ങളിലേക്കാണ് അവർ എത്തിച്ചേരുന്നത്. ഉദാഹരണം പറയുകയാണ് ദീദി, മൊബൈൽ ഷോപ്പിലേക്ക് 3 ആൾക്കാർ ഒരേ സമയം മൊബൈൽ വാങ്ങാൻ ചെല്ലുന്നു. ഒരാളുടെ കയ്യിൽ 1000 രൂപ, വേറൊരാളുടെ കയ്യിൽ 20,000 രൂപ, വേറൊരാളുടെ കയ്യിൽ 1,00,000 രൂപ. 1000 രൂപയുള്ള ആളെടുത്ത് ചോദിക്കുക നിങ്ങൾക്ക് മൊബൈൽ എന്താ വേണ്ടേ? ഒരു പാഡിൻ്റെ സ്വിച്ച് അമർത്തുന്ന ടൈപ്പ്, അതല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ്, ഇതേ എൻ്റെ കയ്യിൽ പൈസയുള്ള ഇങ്ങനത്തെ ഒരു മൊബൈൽ വേണമെന്ന് പറയും. 20,000 രൂപയുള്ള ആൾ സാംസങ്ങിൻ്റെ ഒരു നല്ല ഫോൺ തന്നേക്ക് 20,000 രൂപയുടെ ഫോൺ വാങ്ങിക്കും. 1,00,000 രൂപ കയ്യിലുള്ള എനിക്ക് ആപ്പിളിൻ്റെ ഫോൺ തന്നോളൂ എന്ന് പറയും. അപ്പോൾ അവർ കയ്യിലുള്ളതായിട്ടുള്ള പൈസയുടെ ആധാരത്തിൽ, പോക്കറ്റിൽ എന്തുണ്ടോ അതിൻ്റെ ആധാരത്തിലാണല്ലോ അവർക്ക് സാധനം അവർ വാങ്ങുന്നത്. അതുപോലെ ഒരാത്മാവ് ദേഹം വിട്ട് പുറത്ത് കിടക്കുമ്പോൾ അവരുടെ കർമ്മത്തിൻ്റെ കണക്കും കൊണ്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഭഗവാന്റെ അടുത്ത് ചെന്ന് അടുത്ത സംബന്ധം ആരംഭിക്കണം. ഭഗവാനോട് ചോദിക്കും, ഭഗവാനെ എനിക്ക് അമ്മയെ വേണം. അപ്പോൾ ഭഗവാൻ പറയും കണക്ക് കാണിക്കൂ എന്ന്. പോക്കറ്റിൽ നിന്ന് കണക്കെടുത്ത് നോക്കുമ്പോൾ പൂതന പോലുള്ള അമ്മേനെ കിട്ടാനാ കണക്ക്. അപ്പോൾ ഭഗവാൻ അവിടേക്ക് പറഞ്ഞയക്കും. അപ്പോൾ ആ കുട്ടി ജനിച്ചു കഴിയുമ്പോൾ അമ്മ അടിയും ഇടിയും ഉപദ്രവവും മാത്രം, സ്കൂളിലേക്കും പറഞ്ഞയക്കില്ല, കഞ്ഞിയും കൊടുക്കില്ല, മദ്യവും കുടിച്ച് എങ്ങനെയോ നടക്കുന്ന അമ്മ എല്ലാം കണ്ട് അസഹനീയമാകുമ്പോൾ പറയും ഭഗവാനെ നീ എനിക്ക് എങ്ങനെയുള്ള അമ്മേനെയാ തന്നത് എന്ന്. ഭഗവാൻ കൊടുത്തതല്ല, കയ്യിലുള്ള കണക്കനുസരിച്ച് കൊടുത്തതാണ്. വേറൊരാൾ ചെന്നു ഭഗവാനെ എനിക്ക് അമ്മേനെ വേണം. അപ്പോൾ ഭഗവാന്റെ അടുത്ത് പറയും കണക്ക് തന്നോളൂ. കീശയെന്ന് കൊടുത്തപ്പോൾ ആ കണക്ക് നോക്കുമ്പോൾ അത്ര നല്ല കണക്ക്. ഭഗവാൻ പറയും നിനക്ക് കൗസല്യപ്പോലൊരു അമ്മേനെ വേണം, അത്ര സുശീല, അത്ര സൗന്ദര്യം എല്ലാം കൊണ്ടും ശ്രേഷ്ഠയായ ഒരു അമ്മ. ആ അമ്മേനെ കിട്ടിയത് ഈ ആത്മാവിൻ്റെ കണക്കനുസരിച്ച്. ആ
അമ്മേനെ കിട്ടിയത് ആ ആത്മാവിൻ്റെ കണക്കനുസരിച്ച്. അതായത് നമ്മൾ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് കർമ്മത്തിൻ്റെ കണക്ക് എങ്ങനെയുള്ളത് കൊണ്ടുപോയോ അതിൻ്റെ ആധാരത്തിലാണ് നമുക്ക് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും സഹോദരനാണെങ്കിലും സഹോദരിയാണെങ്കിലും പതിയാണെങ്കിലും പത്നിയാണെങ്കിലും എല്ലാ ബന്ധങ്ങളും നമുക്ക് കിട്ടുന്നത് നമ്മുടെ കർമ്മത്തിൻ്റെ കണക്കിൽ നിന്നാണ് ബന്ധങ്ങൾ ജനിക്കുന്നത്. इसलिए बाबा साकार मुरली में कहते हैं कि तुम मुझे याद करो, सेवा करो, तुमको कृष्ण जैसा पति मिलेगा, नारायण जैसा पति मिलेगा, लक्ष्मी जैसी पत्नी मिलेगी. तो हमारे कर्म इतने अच्छे हो जाएंगे कि हमको ऐसे संबंध मिलेंगे, बेटा मिलेगा कृष्ण जैसा, भाई मिलेगा कृष्ण जैसा. अब हम ज्ञान में आ गए और हमारा पति बहुत खराब है, पत्नी बहुत खराब है, तो हम कहते हैं बाबा तब तो ज्ञान नहीं था, कैसे कर्म हो गए पता नहीं, पर अब तो आप कुछ मदद कर दो. तो बाबा कहता है हाँ मेरे पास एक तरीका है. जैसे कई बार हम कंप्यूटर खरीदते हैं तब उसकी रैम कम होती है, सस्ता कंप्यूटर खरीदा, फिर बाद में हमारे हाथ में पैसे आए तो हमने जाके रैम डलवा ली, तो अब उसकी कैपेसिटी बढ़ गई. तो बाबा कहता है तू संगम पर इतना पुण्य कमा, मैं तेरे पति की रैम बढ़ा दूंगा. ദീദി പറയാണ് സംഗമയുഗത്തിൽ വന്നപ്പോൾ ചില ആൾക്കാരുടെ ഭർത്താവ് വളരെ മോശം, ചില ആൾക്കാരുടെ ഭാര്യ വളരെ മോശം, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ബാബയോട് പറയും ബാബ ജന്മത്തിൽ നമുക്കിതൊന്നും അറിയില്ലായിരുന്നല്ലോ, അങ്ങനെ എന്തൊക്കെയോ പാപങ്ങൾ ചെയ്തു പോയി, അതിൻ്റെ ഫലമായിട്ട് ഇങ്ങനൊരു പതി അല്ലെങ്കിൽ ഇങ്ങനൊരു പത്നി എനിക്ക് കിട്ടി, അവനൊന്ന് രക്ഷപ്പെടാൻ എന്നെ സഹായിക്കാമോ ചോദിക്കും. അപ്പോൾ ബാബ പറയും ആ ശരി അതിനും എൻ്റെ അടുത്ത് വഴിയുണ്ട്. എന്താ വഴിയെന്ന് വെച്ചാൽ പറയും നിങ്ങൾ അത്രയധികം പുണ്യം ചെയ്തോളൂ, നിങ്ങൾ അത്രയും സേവയും അത്രയും പുണ്യവും ചെയ്യുകയാണെങ്കിൽ കൃഷ്ണനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടാം, കൃഷ്ണനെ പോലെ സഹോദരനെ കിട്ടാം, മോനെ കിട്ടാം, നാരായണനെ പോലുള്ള ഭർത്താവിനെ കിട്ടും, ലക്ഷ്മിയെ പോലുള്ള പത്നിയെ കിട്ടും, എല്ലാം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അത്ര സേവനത്തിൻ്റെ പുണ്യം ചെയ്യുമ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ബാബയുടെ അടുത്ത് ഇപ്പോഴും ഒരു പോംവഴിയുണ്ട്. ഒരു സാധാരണ കമ്പ്യൂട്ടർ വാങ്ങാൻ പോകുമ്പോൾ കയ്യിൽ കാശ് കുറവാണെങ്കിൽ റാം കുറഞ്ഞതായിരിക്കുന്ന കമ്പ്യൂട്ടറല്ലേ നമ്മൾ വാങ്ങിക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് കയ്യിൽ കുറച്ചും കൂടെ കാശ് വരുമ്പോൾ നമ്മൾ പോയിട്ട് അതുകൊണ്ട് റാം കൂടുതൽ വാങ്ങിക്കൊണ്ടുവന്നിട്ട് കമ്പ്യൂട്ടറിൻ്റെ കപ്പാസിറ്റി കൂട്ടും. അപ്പോൾ ബാബയും പറയും ഇവിടെ ഒരു പോംവഴിയുണ്ട്, കുറച്ച് റാം വാങ്ങിക്കോ അപ്പോൾ നന്നാക്കാമെന്ന് പറയും. इसलिए हम देखते हैं कि ज्ञान में आने के बाद कई महिलाओं के पतियों का परिवर्तन हो जाता है, शराब छोड़ देते हैं, कमाने लग जाते हैं, सहयोगी बन जाते हैं. वो उसके पुण्य जैसे जैसे बढ़ेंगे, बेटा बदल जाता है, पहले कमाता नहीं था, सारा दिन बाहर घूमता था, अब वो भी माँ का सहयोगी बन गया. लेकिन वो डिपेंड करता है कि हमारी कमाई कितनी है, हमारा योग कितना है, हमारी तपस्या कितनी है, हम बाबा के कितने मददगार बने हैं, उस पर डिपेंड करता है. ऐसे बैठे बैठे नहीं बाबा कर देना, बाबा कर देना, मैं कुछ करूँ ही नहीं. भाई तुम कमाई कर, बाबा उसका तुमको पदम गुणा फल देगा, पर कर. तो इसलिए असंतुष्ट नहीं होना, समझना है कि ये संबंध ऐसा क्यों है. ചില അമ്മമാർക്ക് ജ്ഞാനത്തിൽ വന്ന ശേഷം അവരുടെ ഭർത്താവ് നന്നായിട്ട് മദ്യപിച്ചിരുന്ന ആൾ മദ്യപാനമൊക്കെ നിർത്തി, മോൻ വളരെ മോശമായിരുന്ന മോൻ അതൊക്കെ മാറി നല്ല മോനായി, ഇങ്ങനെയുള്ള പല മാറ്റങ്ങളും കാണാറുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ അതുപോലെ സേവ ചെയ്തിട്ട് പുണ്യം സംഭരിക്കുന്നത് കൊണ്ടാണ്. അല്ലാതെ ഇരുന്നിട്ട് ബാബ എൻ്റെ ഭർത്താവിനെ മാറ്റിത്തരൂ അല്ലെങ്കിൽ എൻ്റെ മോനെ മാറ്റിത്തരൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ടല്ല. അവരതുപോലെ സേവ ചെയ്തിട്ട്, അതുപോലെ യോഗ ചെയ്തിട്ട്, അതുപോലെ തപസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ പുണ്യം ബാബ പറയുന്നുണ്ടല്ലോ, ഒന്നിന് നിങ്ങൾക്ക് ഞാൻ കോടി മടങ്ങ് തരുമെന്ന്. അതിൻ്റെ പുണ്യം അവർക്ക് കൊടുക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ അത്തരതായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. इसी तरह से किसी के पास धन कम है, गरीब है, बाबा तो गरीब निवाज है, पर उन गरीब निवाजों में भी कोई बहुत ही गरीब है, तो उसके मन में आता है देखो इसने ब्रह्मा भोजन बनवाया, मेरे पास पैसा होता तो मैं भी सेंटर पे ब्रह्मा भोजन बनवाता, इसने यज्ञ में इतना किया, मकान बना, तो मेरे पास होता तो मैं भी करता. ऐसे भाई बहनों के मन में कई बार आता है. लेकिन बाबा ने हमको क्या बोला है, पहली बात तो ये है कि धन नहीं है तो भगवान का धन्यवाद तो कर सकते हो ना. और दूसरी बात ये है कि अमीर का 1000 और गरीब का 1 रुपया बराबर है. इसलिए अगर तुम जैसी भी हो, जितनी भी तुम्हारी कमाई है, ये मत सोचो कि कमाई बढ़े तो मैं ज़्यादा धन दूँ,
वर्तमान में आपकी जितनी भी कमाई है उसमें से आप थोड़ा सा बचा के भी डालोगे ना, तो भगवान उसको 1000 लाख करोड़ पद्म के बराबर समझेगा, क्योंकि भगवान के पास गिनती नहीं है, उस स्थिति को देखता है। ചില പാവങ്ങളായിട്ടുള്ളവർ, പാവങ്ങളുടെ കൂടെയാണ് ഭഗവാൻ വസിക്കുക എന്ന് പറയാറുണ്ട്. എന്നാലും ചിലർ അതിനേക്കാൾ ദാരിദ്ര്യത്തിലായിരിക്കും. അവർക്കൊന്നും ഭഗവാന്റെ വീട്ടിൽ കൊടുക്കാൻ പറ്റില്ല. അവർ വിചാരിക്കും എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു ബ്രഹ്മഭോജനം തന്നെ എല്ലാവർക്കും കൊടുത്തേനെ, അല്ലെങ്കിൽ പൈസയുള്ള ആൾക്കാർ വീടുണ്ടാക്കി കൊടുക്കുന്നു, ബാബ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ബാബയ്ക്ക് വേണ്ടി വീടുണ്ടാക്കിയേനെ, ഇങ്ങനെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ എന്ന് വിചാരിക്കുന്ന കുറേ പേരുണ്ട്. ബാബ അവരോടും പറയുകയാണ്, നോക്കൂ, സമ്പന്നനായിട്ടുള്ള ആൾക്കാരുടെ 1000 രൂപയും പാവപ്പെട്ടവൻ്റെ 1 രൂപയും ബാബ ഒരുപോലെയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വന്നിട്ട് ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതിൽ നിന്ന് നിങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. ബാബയുടെ കണക്കിൽ 1 രൂപയും പാവപ്പെട്ടവൻ്റെ 1 രൂപയും സമ്പന്നൻ്റെ 1000 രൂപയും അതൊക്കെ തുല്യമാണ്. ബാബ നിങ്ങൾ അത്ര കഷ്ടപ്പെട്ട് 1 രൂപ കൊടുത്താൽ അതിനൊരു കോടിയായിട്ടും കോടാനുകോടിയായിട്ടും കണക്കാക്കും. പക്ഷെ അത് നിങ്ങൾ ചെയ്താൽ മതി. വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിക്കരുത്. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരികയാണ് ചെയ്യുന്നത്. नहीं तो जैसे कई लोग क्या करते हैं कि थोड़ा मैं देना नहीं चाहता और ज़्यादा मेरे पास होता नहीं है, तो थोड़ा भी नहीं ज़्यादा भी नहीं, वो अपना पुण्य करने से वंचित हो गया। अरे थोड़ा है तो थोड़ा देने में शर्म क्यों, झिझक क्यों? सुदामा ने मुट्ठी चावल ही तो दिया था, तो थोड़ा है तो थोड़ा दे दो, भगवान उसका भी आपको फल देगा। जैसे दिल्ली में एक भाई था, गुलजार दादी तब कमला नगर में थी जो पहला सेंटर खुला था, तो वो भाई बहुत गरीब था और ज्ञान में आता था, तो वहीं पे जगदीश भाई होते थे, किताबें वही छपती थी, तो वो धन तो नहीं लगा सकता था यज्ञ में, लेकिन सुबह से शाम तक लिटरेचर की पैकिंग करना, फिर वो बड़े बड़े बॉक्स उठा करके और पोस्ट ऑफिस में दे करके आना, इस प्रकार का स्थूल काम खूब करता था वो। तो जब मधुबन जाने का टर्न आया, उसने कहा मुझे भी जाना है, तो दादी ने कहा ठीक है। दादी ने ही शायद उसकी टिकट दी और उसको मधुबन लेके गई। तो जब वो बाबा से मिला तो बाबा ने पूछा, बच्चे तू यज्ञ में कुछ लगाता है? तो कहा, बाबा मैं धन तो नहीं लगाता पर तन तो अपना पूरा लगाता हूँ। तो बाबा ने कहा, अच्छा बच्चे तू महीने के 50 पैसे भंडारी में डाल सकता है? उस जमाने में 50 पैसे भी बड़ी चीज़ थी। 50 पैसे भंडारी में डाल सकता है? तो उसने कहा, हाँ बाबा। बेचारे को बहुत रोना आया कि 3 लोक का मालिक और मेरे को क्या कह रहा है 50 पैसे, पर गरीब था। तो बाबा ने कहा, बच्चे बाबा आपको ऐसा क्यों कह रहा है? क्योंकि तू बीज बोएगा ना तो बाबा तेरे को फल देगा। अपन ने आम का एक ही तो बीज बोया, पर फल कितने लगे और कितनी पीढ़ियों तक लगे? बीज तो एक ही था। तो बीज बेशक छोटा हो, लेकिन बीज होना जरूरी है। बीज नहीं होगा तो फल कैसे लगेंगे? तो तू बीज बो, मतलब चाहे थोड़ा सा भी डाल, पर भंडारी में जरूर डाल, ताकि बाबा सतयुग में तेरे को कुछ दे सके। इसलिए बाबा कहता है, तो भले हम गरीब हैं, मान लो हम सचमुच ही गरीब हैं, जैसे कन्याएं गरीब है, कुमार है, उनके पास भी इतना पैसा नहीं होता है, माताओं के पास भी इतना पैसा नहीं होता है, लेकिन फिर भी जो मिलता है वो अपना जैसे तैसे सफल करती हैं। कोई बच्चा है, स्कूल के लिए उसको जेब खर्च मिलता है, वो सारा बचा लेता है, यज्ञ में दे देता है, तो बाबा उसको कितना फल देगा? बेचारे के पास जितना है सारा ही दे दिया। तो बात थोड़े और ज़्यादा की नहीं है, भले हम गरीब हैं, लेकिन हम भावना से, दिल से, हमारे पास जो भी है वो बीज हम बोते जाएं, तो वो फल हम 21 जन्म और बाद में पूरे 5000 साल खाते जाएंगे। പറയണ ദീദി, ചില ആളുകൾ അവരുടെ തീരെ പാവങ്ങളാണ്, കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് അവർ വിചാരിക്കും ഇച്ചിരി പൈസ ഇട്ട് എങ്ങനെയാണ് ബാബയ്ക്ക് കൊടുക്കുക, അതുകൊണ്ട് കുറച്ച് പൈസ ആവട്ടെ എന്ന് കരുതിയിട്ട് അവർ കൊടുക്കില്ല. കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടല്ല, ഈ കുറഞ്ഞ പൈസ കൊണ്ട് കൊടുക്കാനുള്ള സങ്കോചം കൊണ്ട് പൈസ കൊടുക്കാതിരിക്കും. അപ്പോൾ ബാബ പറയുകയാണ്, അങ്ങനെ പാടില്ല. എത്രയാണോ നിങ്ങൾക്കുള്ളത് അത് നിങ്ങൾ ബാബയ്ക്ക് കൊടുത്തേ പറ്റൂ.
ഉദാഹരണം പറയാൻ ഡൽഹിയിൽ കമലാനഗറിൽ സെൻറ്ററിൽ ഒരു ബായി ഉണ്ടായിരുന്നു. ആ ബായി അവിടെ കമലാനഗറിലാണ് നമ്മുടെ ജഗദീഷ് ബായി ഉണ്ടായിരുന്നത്. നമ്മുടെ ലിറ്ററേച്ചറിൻ്റെ ഒക്കെ പ്രിൻറ്റിങ്ങും അതൊക്കെ അയക്കലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്നായിരുന്നു. അപ്പോൾ ആ ബായി സെൻറ്ററിൽ നന്നായിട്ട് കർമ്മണ സേവ ചെയ്യും. ആ പ്രിൻ്റ് ചെയ്യുന്ന ബുക്കുകളെ പാക്ക് ചെയ്യുക, പാഴ്സൽ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുവയ്ക്കുക, ഷോൾഡറിലെടുത്ത് പോവുക, എല്ലാ സേവയും ചെയ്യുമായിരുന്നു. അങ്ങനെ മധുവനം പോകേണ്ടതായിട്ടുള്ള സമയം വന്നു. അപ്പോൾ ആ ബായിയും ആഗ്രഹിച്ചു എനിക്കും മധുവനിലേക്ക് പോകണം. അപ്പോൾ എന്ത് ചെയ്തു? ദാദി പറഞ്ഞു ആയിക്കോട്ടെ, അവനും കൂടി ഒരു ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ടിക്കറ്റ് എടുത്ത് മധുവനത്തിൽ വന്ന് ബാബയെ കാണാൻ വേണ്ടി ബാബയുടെ മുന്നിൽ വന്നപ്പോൾ ബാബ കുട്ടിയോട് ചോദിച്ചു പോലും, കുട്ടി നീ ഭണ്ഡാരത്തിൽ നീ എന്തെങ്കിലും സഫലമാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു വന്നു. അപ്പോൾ ബാബ പറഞ്ഞു കുട്ടി പറഞ്ഞു ബാബ, എൻ്റെ കയ്യിൽ ധനമില്ല, പക്ഷെ ഞാൻ ഈ ശരീരം കൊണ്ട് നന്നായിട്ട് കർമ്മണാസേവ ചെയ്യുന്നുണ്ട്, ശരീരത്തിനെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ബാബ ചോദിച്ചു, കുട്ടി ഒരു മാസം 50 പൈസ ഭണ്ഡാരത്തിലിടാൻ നിനക്ക് പറ്റില്ലേന്ന് ചോദിച്ചു എന്ന്. കരച്ചിൽ വന്നുപോയി. 3 ലോകത്തിൻ്റെ അധികാരി ചോദിക്കുകയാണ്, ഒരു 50 പൈസ നിനക്ക് ഭണ്ഡാരത്തിലിടാൻ പറ്റില്ലേന്ന്. ബാബ എനിക്കിടാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്തുകൊണ്ടാണ് ബാബ പറയുന്നത് വെച്ചാൽ നീ വിത്ത് വിതയ്ക്ക്, എന്നാലേ നിനക്ക് എന്തെങ്കിലും ബാബയ്ക്ക് തരാനായിട്ട് സാധിക്കുള്ളൂ. ഒരു മാവിൻ്റെ വിത്ത് ഇട്ടാൽ അതിൽ നിന്നൊരു മരമുണ്ടായിക്കൊണ്ട് തലമുറകളോളം അതിൻ്റെ ഫലം തരും. അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള 50 പൈസ അത് നീ ഇട്ടാൽ പോലും ബാബയ്ക്ക് സത്യയുഗത്തിൽ 21 ജന്മത്തേക്ക് മാത്രമല്ല, അത് കഴിഞ്ഞ് വരുന്ന 5000 വർഷവും നിനക്ക് തരാൻ പറ്റും. പക്ഷേ ആ വിത്തിടുന്ന കാര്യം അത് കുറച്ചാവട്ടെ, വളരെ കുറച്ചാവട്ടെ, അത് ചെയ്തേ പറ്റൂ, എന്നാലേ ബാബയ്ക്ക് എന്തെങ്കിലും തരാൻ പറ്റൂ. അതുകൊണ്ടാണ് ബാബ പറയുന്നത് എന്ന് പറഞ്ഞു. और चौथा संतुष्टता का कारण है, जैसे कई बार माताएं आके कहती हैं, दीदी मुझे कुछ भी याद नहीं रहता, दीदी मैंने सारी मुरली सुनी, मेरे को कुछ भी याद नहीं है। तो हमारी एक देहरादून की प्रेम बहन थी, आप जानते होंगे, वो कहती थी अच्छा ये बता दे, जब तेरे बेटे की शादी हुई तो ससुराल वालों ने मिलनी कितनी दी थी? 20 साल पहले की मिलनी उसको याद है, 1000 रुपया और एक गिन्नी मिलने में मिली थी। तो तेरे को ये बात तो अब तक याद है, तो सुबह की मुरली कैसे भूल गई? इसका मतलब ये तो ठीक है, इसमें गड़बड़ नहीं है। तो गड़बड़ कहाँ है? गड़बड़ है रुचि और इंटरेस्ट में। जहाँ रुचि है, इंटरेस्ट है, वो बात अच्छे से याद है, और रुचि नहीं है। अच्छा मान लीजिए यहाँ कुछ गड़बड़ भी है, मान लीजिए, तो उसका फायदा भी है, बाबा कोई भूली और बाकी बातें भी तो भूल गई, दुनिया भर की जो यहाँ भरी थी, तो वो भी एक प्लस पॉइंट है। अब केवल बाबा बाबा कर, अगर सचमुच तुम भूल जाती हो तो भूलना भी तो एक नेमत है ना। सारी बातें याद रहें तो हम तो पागल ही हो जाएं। दीदी भूल जाती है, मतलब तुम ये भी तो भूल गई ना कि सुबह क्या खाया था, कौन से बेटे के कितने बच्चे हैं, कौन सा स्कूल गया, कौन सा आना है, वो भी तो भूल गई ना। कि वो सब याद रहता है, केवल ज्ञान भूल गई। ചില അമ്മമാർ പരാതി പറയുമല്ലോ, മുരളി താല്പര്യത്തോടെ കേൾക്കാഞ്ഞിട്ടൊന്നുമല്ല, കേൾക്കും, പക്ഷേ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ എല്ലാം മറന്നു പോയിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ പ്രേം ദീദി അവരോട് ഉത്തരം ചോദിച്ചു അത്ര, മാതാജിയോട് ചോദിച്ചു അത്രേ, അല്ല ഒരു 20 വർഷം മുന്നേ നിൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞിരുന്നല്ലോ, അപ്പോൾ സ്ത്രീധനത്തിൽ എത്രയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു എന്ന്. അപ്പോൾ പറഞ്ഞു അതൊന്നൊരു 1000 രൂപയെന്ന്, അന്നത്തെ എന്താ എമൗണ്ട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത്ര, അത് ശരി, അത് 20 വർഷം മുന്നുള്ള കാര്യം ഓർമ്മയുണ്ടല്ലേ, അപ്പം ഇതാണ് മറന്നു പോകുന്നത്. അത് മറന്നു പോകുന്നതല്ല, ഇവിടെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുഴപ്പമെന്താണ്? താല്പര്യത്തിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ ഡിഫറൻസ് കൊണ്ടാണ് മറന്നു പോകുന്നത്. എന്തെല്ലാം കാര്യങ്ങളുണ്ടോ മറക്കുകയാണെങ്കിൽ മുഴുവൻ മറക്കണ്ടേ? മകൻ എത്ര മക്കളുണ്ട്, അല്ലെങ്കിൽ മകൻ്റെ കുട്ടി എപ്പോഴാണ് സ്കൂളിൽ പോയത്, എപ്പോഴാണ് വരുന്നത്, ഈ കാര്യം ഒന്നും മറക്കുന്നില്ലല്ലോ. ഈ കാര്യം മാത്രം മറക്കുന്നുവെങ്കിൽ ഇത് നിങ്ങളുടെ ഇൻട്രസ്റ്റിൻ്റെ താല്പര്യത്തിൻ്റെ കുറവ് കൊണ്ടാണ് മറക്കുന്നത്, അല്ലാതെ മുരളി ഓർമ്മിക്കാൻ പ്രയാസമായിട്ടോ അല്ലെങ്കിൽ ഇവിടെ പ്രശ്നം ഉണ്ടായിട്ടോ അല്ല. ഇനി അഥവാ പ്രശ്നമുണ്ടെന്ന് വിചാരിക്കുക, അതൊക്കെയും മറക്കും. അപ്പോൾ പിന്നെ ഇതും മറന്നാലും കുഴപ്പമില്ല, ബാബാ ബാബ എന്ന് പറഞ്ഞാലും മതി, ശരിയായിക്കോളും. इसलिए बाबा कहते हैं कोई बात नहीं है, भूल भी जाते हो तो बाबा बाबा करते रहो, उसी में कल्याण हो जाएगा। पर मन को असंतुष्ट मत करो कि मैं ऐसा भाषण नहीं कर सकती, मैं ऐसी मुरली नहीं रिपीट कर सकती, वो देखो कैसे पॉइंट सुना रहा है, वो देखो मेरे को तो ऐसे आते ही नहीं है। दूसरे को मत देखो, बाबा बाबा करते रहो, क्योंकि एक बाबा शब्द ही जादू की पुड़िया है, लंबा चौड़ा नहीं भी आता है तो।
मैं एक बार मधुबन में, जब दादी जानकी और गुलजार दादी दोनों थी, दोनों का कॉटेज पास पास में ही होता है, तो दादी जानकी मुझे कहती है जा गुलजार दादी के पास जा और मम्मा के बारे में ना पूछ के आ, शायद जून आने वाली थी, और लिख कर के ले आ क्या क्या सुनाती है दादी मम्मा के बारे में। तो मैं गई, मैंने कहा दादी मम्मा के बारे में कुछ सुनाओ। अच्छा मम्मा के बारे में, हाँ मम्मा यज्ञ में आई तो थी, हाँ जब हम आए तब मम्मा आई थी, बस और कुछ याद नहीं है। तो मेरे मन में आया कि इसको कहते हैं नेमत। दादी को सिवाय ज्योति बिंदु शिव बाबा के बाकी कुछ भी याद नहीं है। इसलिए आपने देखा होगा दादी जानकी तो यज्ञ की बहुत लंबी चौड़ी कहानियाँ सुनाती थी, एक एक बात याद थी, लेकिन दादी गुलजार कभी ऐसे स्टोरीज नहीं सुनाती थी। सिर्फ एक क्लास था उनका मुख्य, खुशी पर, कुछ भी हो जाए लेकिन खुशी ना जाए, मेन पॉइंट ये होता था। मतलब लंबा चौड़ा विस्तार नहीं होता था, क्योंकि वो केवल बिंदु में टिकी हुई थी। तो अगर आप कहते हो मैं सब कुछ भूल जाती हूँ, तो आप दादी की तरह बिंदु में टिक जाओ बस, बाकी बेशक सब कुछ भूल जाने दो, कोई फर्क नहीं पड़ता, क्योंकि कुछ याद करने योग्य है ही नहीं, क्या याद करेंगे। ചില അമ്മമാർ പറയും, നോക്ക് ദീദി എനിക്കൊരു ജ്ഞാനം പറഞ്ഞു കൊടുക്കാനായിട്ട് എൻ്റെ വായിൽ വരികയില്ല എന്ന് പറയും. അപ്പോൾ ബാബ പറയാറുണ്ടല്ലോ, അങ്ങനൊന്നും വന്നില്ലെങ്കിൽ സാരില്ല, ബാബ 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 എന്ന് പറഞ്ഞോളൂ. എങ്ങനെയുള്ളവരോടാണ് പറയുന്നത് പറഞ്ഞു തരികയാണ് ദീദി. ഒരു പ്രാവശ്യം ദീദി മധുവനിൽ പോയ സമയത്ത് ജാനകി ദാദി പറഞ്ഞു അത്രേ, ഗുൽസാർ ദാദിയുടെ അടുത്ത് പോയിട്ട്, ജൂൺ മാസമായിരുന്നു, മമ്മയെക്കുറിച്ച് എഴുതണം, അപ്പം അതുകൊണ്ട് മമ്മയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കേൾപ്പിച്ച് തരാൻ വേണ്ടി ഗുൽസാർ ദാദിയോട് പോയി ചോദിക്കണം, ദാദി എന്താണ് കാര്യങ്ങൾ പറഞ്ഞ് എഴുതി കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ ദീദി പോയിട്ട് ഗുൽസാർ ദാദിയോട് ചോദിച്ചു, ദാദി മമ്മയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ. അപ്പം ദാദി ഇങ്ങനെ ഓർത്തിട്ട്, ആ ഞാൻ വന്നപ്പം മമ്മ ഉണ്ടായിരുന്നു, ആ മമ്മ ഉണ്ടായിരുന്നു, ഇങ്ങനെ മാത്രം, വേറൊരു കാര്യം ദാദിക്ക് ഓർമ്മയില്ല. അപ്പം മറക്കുന്നുവെങ്കിൽ അങ്ങനെ മറക്കണം, ഒരു കാര്യം ഓർമ്മയില്ലാതെ. കാരണം ദാദി എന്തുകൊണ്ട് മറന്നു എന്ന് വെച്ചാൽ, ബിന്ദുവായ ബാബയും ബിന്ദു അല്ലാത്ത വേറൊന്നും ദാദിയുടെ മനസ്സിലില്ല. അതുപോലെ മറക്കണമെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ മറക്കരുത്. ജാനകി ദാദി യജ്ഞത്തിൻ്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് യജ്ഞത്തിൻ്റെ തുടക്കം മുതൽ എല്ലാ കഥകളും പറയാറുണ്ട്. എത്ര വേണമെങ്കിൽ വിസ്തരിച്ച് ദാദി ജ്ഞാനം പറഞ്ഞു തരാറുണ്ട്. ഗുൽസാർ ദാദി സന്തോഷത്തിനെ കുറിച്ചൊരു ക്ലാസ് എടുത്തത് ഓർക്കുന്നുണ്ട്. ബാക്കി അധികവും ദാദി വിസ്താരത്തിൽ പോയി പറയാറേയില്ല. ദാദി ബിന്ദുവിൽ മാത്രം മുഴുകിയിരിക്കുന്നു, ബിന്ദുവായിരിക്കുന്നു, ബിന്ദുവിൽ മുഴുകിയിരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് മറക്കുന്നുവെങ്കിൽ ബിന്ദുവായി ബിന്ദു ബാബേനെ മാത്രം ഓർത്തോ, ബാക്കിയൊക്കെ മറന്നോ, അതിനൊരു കുഴപ്പമില്ല. അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് പറ്റുന്നില്ല, അവർ ചെയ്യുന്നുണ്ട്, എനിക്ക് ചെയ്യുന്നില്ല, ഈ കമ്പാരിസൺ വേണ്ട, അങ്ങനെ ബാബയിൽ മുഴുകിയാൽ മതി. तो भगवान से भी असंतुष्ट नहीं होना, खुद से भी असंतुष्ट नहीं होना, परिवार से भी असंतुष्ट नहीं होना। परिस्थितियाँ तो आएंगी जाएंगी, बाबा की याद से, बाबा के प्यार से उनको पार करना है। और सहन मार्ग नहीं है, सहज मार्ग है, ऐसा समझ के चलना है. അതുകൊണ്ട് അവനവനോടോ ബാബയോടോ പരിവാരത്തിനോടോ അസന്തുഷ്ടമാകരുത്. ഇത് സഹനമാർഗമല്ല, സഹജമാർഗം തന്നെയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറണം, സന്തുഷ്ടമായിട്ടിരിക്കണം. बाबा ने कहा है जब सर्व ब्राह्मण संतुष्ट हो जाएंगे तब विनाश होगा. मतलब ब्राह्मणों की संतुष्टता ही संपूर्णता है. संतुष्टता हमारा अंतिम पुरुषार्थ है. संपूर्णता की निशानी क्या है? संतुष्टता. संतुष्टता की निशानी क्या है? प्रसन्नता. मतलब ब्राह्मण हमेशा संतुष्ट और प्रसन्न हैं, तो समझो संगम योग का